ബിസിനസ്സിലായാലും ലൈഫിലായാലും ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ട്രസ്റ്റ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഈ പൈസ ഉള്ള ഒരാളെ ഒരു മനുഷ്യൻ കേരളത്തിൽ വലിയ പ്രയാസമാണ്. അതെന്തുകൊണ്ടായിരിക്കും? അതൊക്കെ ജലസി എന്ന് പറയും. എനിക്കുണ്ടായില്ല, അവനെങ്ങനെ ഉണ്ടായി. അമേരിക്കൻ ഗവൺമെൻറ് തീരുമാനിക്കുക എന്താ വേണമെന്ന്, അതനുസരിച്ച് ലോകം പോകുന്നത്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മളെ കമ്മ്യൂണിറ്റിക്കായിട്ട് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ്. മെസ്സിക്ക് മുകേഷിൻ്റെ മോൻ കൊടുത്തത് $1.2 മില്യൺ വാച്ചാണ്. അങ്ങനെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ സ്വന്തമായിട്ടൊന്നുമില്ല, നമ്മുടെ ഇന്ത്യയാണ് അങ്ങനെ കുടുംബം. ഞാനിപ്പോൾ 1,60,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഗൾഫിൽ പോകുമ്പോൾ എന്നെ അറിയുന്ന ആരുമില്ല, മലയാളികളെ കാണാനില്ലായിരുന്നു, ഒരാൾ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. ഞാൻ ഹിന്ദുവാണ്, അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. എങ്കിൽ തന്നെയും നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട്, ഈശ്വരൻ്റെ ബ്ലെസ്സിങ് കൊണ്ടാണ് ഞാൻ നിലയിലെത്തിയത്. എൻ്റെ സ്വന്തമായ പ്രവൃത്തി കൊണ്ട്, പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ നിലയിലെത്താനുള്ള സാധിച്ചത്. അന്ന് മലയാളികൾ വളരെ കുറവാണ്. അന്ന് ഈ സൗദിയിലേക്ക് വിസ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളായിരുന്നു, ഇന്ത്യയില്ല. അത് വേറെ രീതിയിലാണ് ഞാൻ പോയത്. ദമാം, സൗദിയിൽ ദമാം എന്ന സ്ഥലമുണ്ട്, സൗദി അറേബ്യ. അതാണ് ഫസ്റ്റ് 6ാം ഈ ഓയിലിൻ്റെ സെൻറ്ററാണ്, അവിടെയാണ് ആദ്യം ചെയ്തത്. അവിടെ ചെന്നൊരു 1-2 മാസം നിന്നാണ് സ്വന്തം ബിസിനസ് തുടങ്ങാനുള്ള മാർഗം ഉണ്ടാക്കിയത്. ഏതാണ്ട് 150 ആൾക്കാരുമായിട്ട് ഈ നമ്മുടെ തമിഴ്നാട്ടിലെ ഈ കേരളത്തിൻ്റെ ബോർഡറുണ്ട്, തമിഴ്നാടിനിപ്പുറം തിരുനെല്ലിയില്ല, നാഗർകോവിൽ. അവിടെ നിന്നാണ് ആദ്യത്തെ നമ്മുടെ എംപ്ലോയീസ്. അതാണ് നമ്മുടെ തുടക്കം. എംപ്ലോയീസിനെ സൂപ്പർ എംപ്ലോയീസിൻ്റെ മെച്ചമുണ്ടേ നമ്മൾ നന്നാകുള്ളൂ. ആ സിൻസിയറിറ്റി, ലോയൽറ്റി ഓഫ് ദ വർക്കേഴ്സ്, അങ്ങനെയാണ് നമ്മൾ വന്നത്, അങ്ങനെ തുടങ്ങിയത്. അന്ന് നമ്മളറിയുന്ന ആരുമില്ല, ഇന്ത്യക്കാർക്ക് യാതൊരു വാല്യൂ ഇല്ല. നമ്മുടെ ഇന്ത്യൻ എക്കോണമി വളരെ പൂറാണ്. നമ്മുടെ ഈ എക്കോണമി ഇതാകുമ്പോൾ നമ്മൾക്കും ഗ്രേറ്റ് ആൾക്കാരാണ്, ഇല്ലെങ്കിൽ ഇല്ല. ഇന്ത്യക്കാരെ അവർ കരുതുന്നത് ഈ കിച്ചൺ ഹെൽപ്പേഴ്സ്, ഗാർഡനേഴ്സ്, ഡ്രൈവേഴ്സ്, അതാണ്. അത് മാറ്റം ഉണ്ടാക്കിയത് ഞാനാണ് ആദ്യമായിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ആക്കിയത്. നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ് ഈ ഫ്രഞ്ച് കമ്പനിയും സൗദി കമ്പനിയും ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്, ഈ ഡിഫൻസ് സിസ്റ്റം. അതിലാണ് ആദ്യത്തെ ജോലി തുടങ്ങിയത്. അത് ജോലി 18 വർഷം ആ ജോലി പറയാൻ പറ്റില്ല എവിടെയൊക്കെയാണ്. സൗദിയിലെ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തു. അപ്പോൾ അതൊരു ബേസ് അതാണ്. അത് കഴിഞ്ഞ് ഫ്രഞ്ച് എംബസി റിയാദിൽ നമ്മൾ നിർമ്മിച്ചു. അത് കഴിഞ്ഞ് പോളിസ് സെക്രട്ടറി തിരിഞ്ഞു. അണ്ടർഗ്രൗണ്ട് ഈ ഹാങ്കർ, ഈ പ്ലെയിനകത്ത് കിടന്നത് ഗരയല്ല, ഈ എല്ലാ പ്ലെയിനും ഇത് അകത്ത് കിടത്തുള്ളൂ. അന്നത്തെ പുറത്ത് പോച്ചയൊക്കെ തെച്ച് എന്തെങ്കിലും വേറെ സമയത്ത് മാത്രമേ പുറത്തെടുക്കുകയുള്ളൂ. ആ സമയത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് കൂടെ പറയാം. കാരണം താങ്കൾ ഈ പറഞ്ഞ പോലെ ഗൾഫിൽ പോകുന്ന മലയാളികളൊക്കെ ഉണ്ട്, പക്ഷെ പോകുന്നവരൊക്കെ ഒരു സാധാ ജോബിന് വേണ്ടി പോകുന്നതാണ്. അവിടെ പോയി സെറ്റപ്പ് ചെയ്യുന്ന, അവിടെ പോയി ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന. ഞാൻ ആദ്യം തന്നെ ഞാൻ MBA പഠിക്കുമ്പോൾ തന്നെ ബിസിനസ്, ഞാനതല്ല 12ാമത്തെ വയസ്സിൽ 15ാമത്തെ വയസ്സിൽ ഞാൻ ചെറിയ ബിസിനസ് തുടങ്ങി. അന്ന് ഒരു വാസന എന്ന് പറയാം. ഒരു ഡെയിലി ചിട്ടി തുടങ്ങി, പിന്നെ ചിട്ടി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലേക്ക് മാറുന്നത്. അപ്പം അവിടെ ഈ MBA പഠിക്കുമ്പോൾ ഒരുപാട് എൻജിനീയേഴ്സ് ഈ FICTയിലും വരുന്നുണ്ട്, കൊച്ചിൻ റിഫൈനറിയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ബന്ധത്തിലാണ് ഇത് തുടങ്ങിയത്. അങ്ങനെ ആദ്യം വർക്ക് തുടങ്ങിയത് FICTയിലും കൊച്ചിൻ റിഫൈനറിലാണ്. ബിസിനസ്സിലേക്ക് എങ്ങനെ എത്തി? അങ്ങനെ ഒരു പാരമ്പര്യമുള്ള കുടുംബം അല്ലല്ലോ, ഞങ്ങൾ ഈ കർഷക കുടുംബമാണ്. അച്ഛനെ കുടുംബം ഇഷ്ടം പോലെ പാരമ്പര്യമുള്ള നെല്ലവും പുരയിടവും ഒക്കെ ഉണ്ട്. അപ്പോൾ അന്നേ മനസ്സിൽ വന്നൊരു ബിസിനസ് ചെയ്യണമെന്നൊരാഗ്രഹം. ഞാൻ അന്ന് ഈ 10ാം ക്ലാസ് പാസ്സായ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പേ റേഷ്യോ ഞാൻ ചെയ്തിട്ടില്ല. അതാണ് അങ്ങനെ തുടങ്ങി ഒരു ബിസിനസ് തുടങ്ങണമെന്നൊരാഗ്രഹം പണ്ടോട്ടേ ഉള്ളതാണ്. ഒരു സർക്കാർ ജോലി അങ്ങനെ ഒന്നും ഒരിക്കലും ആഗ്രഹിച്ചു അത് പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പേ റേഷ്യോ, അന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് റേഷ്യോ ടെമ്പററി ജോലി കിട്ടുമായിരുന്നു, ചെയ്തിട്ടില്ല.
വേറൊരു കാര്യം ചോദിക്കട്ടെ, സാധാരണ മലയാളികൾ ചിന്തിക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ ചെയ്താൽ തന്നെ സർവീസ് സെക്ടറിൽ സോ കംപ്ലീറ്റ് ആയിട്ട് മാറി EPC എടുക്കുക, അത് ആ ഒരു മേഖലയിലേക്ക് പോകാൻ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. എങ്ങനെ ഇത് EPC മേഖലയിലെത്തി? ഞങ്ങൾ EPC അല്ല, EPC കോൺട്രാക്ടറാണ്. EPC ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ കൊളാബറേഷൻ ടെക്നിക് ലോകത്തെ വലിയ കമ്പനിയാണ്. JGC ജപ്പാൻ ഗ്യാസ് കോർപ്പറേഷൻ, ചിയോഡോ കോർപ്പറേഷൻ, ബെക്ടെൽ, ഫ്ലോറ, അവരുടെ കൺസോർട്ടിയം ഉണ്ടാക്കും. ഈ കൺസോർട്ടിയം ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ബിഡ് ചെയ്യുന്നത്. ബിഡ് അവർ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ബിൽഡ് വിത്ത് കൺസ്ട്രക്ഷൻ. എന്നാലും അതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു? സാറിന് ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ. അതുകൊണ്ട് അതിന് നമുക്ക് ഇഷ്ടം പോലെ നല്ല ആൾക്കാരെ കിട്ടിയില്ലേ. നമുക്ക് ആ വാസന എല്ലാം പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എൻ്റെ കൂടെ ബ്രിട്ടീഷ്, അമേരിക്കൻ, ഇറ്റലി, കൊറിയ എല്ലാ എംപ്ലോയി. അപ്പോൾ അവരാണ് നമ്മുടെ അഡ്വൈസേഴ്സും ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൗദി അറേബ്യ, ആരും ചിന്തിക്കാത്ത ഒരു രാജ്യം. അതെ, ദുബായിൽ പോകും, കുവൈറ്റിലേക്ക് പോകും. പക്ഷെ അപ്പോൾ സൗദി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു. അതെ, അന്ന് ഓയിൽ ഇത്ര ഡെവലപ്ഡും അല്ല അല്ലേ? ഒന്നുമില്ല. അന്ന് ഞാൻ അൽക്കോബാർ, ദഹ്റാൻ, അവിടുന്ന് ജുബൈയിൽ നിന്ന് ഇൻട്രസ്റ്റ് സിറ്റി പോകണമെങ്കിൽ 3 to 4 hours എടുക്കും. ഇപ്പോൾ അതെടുക്കുന്നത് 1 hour. അത് കഴിഞ്ഞാൽ റോഡൊക്കെ വന്നത്. ഇപ്പോൾ റിയാദിൽ പോകണമെങ്കിൽ 6 മണിക്കൂർ, ഇപ്പം 3 മണിക്കൂർ, 3 അല്ലെങ്കിൽ 3.5 മണിക്കൂർ. ഈ ആദ്യമൊക്കെ റിയാദിൽ പോകുമ്പോൾ എയർപോർട്ടൊക്കെ വളരെ ചെറുതാണ്, വളരെ നാരോ. ഈ ഫസ്റ്റ് റോയൽ ടെർമിനൽ റിയാദിൽ ഉണ്ടാക്കിയതും ഞാനാണ് അന്നത്തെ കാലത്ത്. അതൊക്കെ മെയിൻ കാരണം വെച്ചാൽ എൻ്റെ അസറ്റ് നമ്മുടെ എംപ്ലോയീസാണ്, നമ്മുടെ ഫാമിലി, നല്ല എൻജിനീയേഴ്സ്. എല്ലാ രാജ്യത്തെയും പ്രോജക്റ്റ് മാനേജേഴ്സ് ഉണ്ടാവും, അവരാണ് മാനേജ് ചെയ്യുന്നത്. സാറ് തന്നെ ആദ്യം പറഞ്ഞ പോലെ ഒരു ഹിന്ദു നാമധാരി ഒരു മുസ്ലിം ഡോമിനേറ്റഡ് രാജ്യത്തിലേക്ക് ചെല്ലുകയാണ്. ഈ റിലീജിയൻ എങ്ങനെ പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്? ഒരു കാര്യം പറയട്ടെ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മളെ കമ്മ്യൂണിറ്റിക്കായിട്ട് ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ്, സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മൾ നല്ലതാണെങ്കിൽ ആൾക്കാർ നമ്മളെ തേടി പോയി നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഗുഡ് വിൽ ഒരു ഇമ്പോർട്ടൻ്റ്. ഒരാൾ തിരക്കും നമ്മൾ ആരാണ് അന്വേഷിച്ചിട്ട് വരും, അത് വന്നുകൊണ്ടേയിരിക്കും. ട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഇത് നടക്കില്ല. ഒരാൾ നമ്മൾ ഈ ജീവിതത്തിൽ ബിസിനസ്സിലായാലും ലൈഫിലായാലും ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ട്രസ്റ്റ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആ ട്രസ്റ്റിനെല്ലാം നടക്കും. അപ്പോൾ ഈ റിലീജിയൻ ഒരു രീതിയിലും സാറിന് ഒരു തടസ്സമായിട്ടില്ല? അത് ഈ താഴെക്കഴിവുള്ള ആൾക്കാർക്കുള്ള റിലീജിയനല്ലേ, ഹൈ ലെവൽ ആൾക്കാർക്ക് ആർക്കും റിലീജിയനില്ല. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരാളിനും ഉണ്ടായി തോന്നിയിട്ടേ ഇല്ല. പക്ഷേ നമ്മുടെ ഇവിടങ്ങളും ഉണ്ടാക്കി, പക്ഷേ അവിടെ ഇല്ല. റിലീജിയൻ പ്രശ്നമല്ല, പക്ഷേ ഇനിഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള മേജർ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു? വലിയ വെല്ലുവിളി എന്തായിരുന്നു? ഏത് ചലഞ്ച് നമുക്ക് എന്ത് ബിസിനസ്, നമ്മുടെ അസറ്റ് എന്തോന്ന് നോക്കും. ഏത് ബിസിനസ് കിട്ടണമെങ്കിലും നമ്മുടെ ബാലൻസ് ഷീറ്റ് അതില്ല, നടക്കില്ല. നല്ല സ്ട്രോങ് ബാലൻസ് ഷീറ്റ് ഉണ്ടെങ്കിലേ സ്ട്രോങ് വർക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ എല്ലാ ജോലിക്കും ഈ 10% ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കണം. പെർഫോമൻസ് വേണമെന്ന് പറയും. ഇപ്പോൾ അഡ്വാൻസ് വേണമെങ്കിലും അതിനും കൊടുക്കണം. അത് ഈസിയല്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അന്ന് ആദ്യം പ്രശ്നം ഉണ്ടായി, നമ്മൾ പൈസ ഒക്കെ റെഡിയാക്കി ആദ്യം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കും, ബാങ്ക് ഗ്യാരണ്ടി വേണമെങ്കിൽ അത് മാറ്റുള്ള വർക്ക് എടുക്കും. അങ്ങനെ പറ്റുള്ളൂ. ഏതെങ്കിലും സ്റ്റേജിൽ ഇത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായില്ല. ഞാനിപ്പോൾ 1,60,000 ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിത നിലവാരം ഇന്ത്യയിലെ ഫിലിപ്പീൻസ്, നേപ്പാൾ, തായ്ലൻഡിൻ്റെ ഇത്രയും ആൾക്കാരുടെ ഇതുണ്ടാക്കി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് അതാർക്കും സാധാരണ ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. സാർ ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യുമ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡാണോ അതോ ആപ്റ്റിറ്റ്യൂഡാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? ആറ്റിറ്റ്യൂഡ് വെരി ഇമ്പോർട്ടൻ്റാണ് ഏത് ബിസിനസ്സിനും. അല്ലെങ്കിൽ നമ്മൾ തകർത്ത് കളയും. കഴിവിനേക്കാളും ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് ഇമ്പോർട്ടൻ്റ്. പിന്നെ കഴിവ്, രണ്ടും വേണം, ഒന്നും മാത്രം പോരാ. ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ്. കഴിവെന്ന് വെച്ചാൽ ഈ ഞാൻ ആദ്യം എടുക്കുന്ന ആൾക്കാർക്ക് അന്നും അത്ര എഡ്യൂക്കേഷനുള്ള ആൾക്കാരെ കിട്ടത്തില്ല. നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ അന്ന് റിഫൈനറീസൊക്കെ വളരെ കുറവായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. അതിന് നമ്മൾ ഒരു പ്രത്യേക കമ്പനി ഉണ്ടാക്കി ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഈ ആൾക്കാരെ കൊണ്ടുവന്ന് 2 to 3 months അവിടെ ട്രെയിൻ ചെയ്യും. ആ ട്രെയിൻ ചെയ്യുമ്പോൾ എന്നിട്ട് മാത്രമേ അവരെ വർക്ക് ഫിറ്റ് ആകത്തുള്ളൂ. ഇപ്പോഴും നമ്മൾ എല്ലാ മാസവും 1000 തൊട്ട് 2000 ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്.
ഇതിലെ വെക്കാറുണ്ട്. ഈ വെൽഡിംഗ് എന്ന് വെച്ചാൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ് വെൽഡിങ് ഗ്യാസല്ലേ, അത് പ്രത്യേക ടെസ്റ്റ് പാസ്സാണ്. അത് ടെസ്റ്റ് പാസ്സാക്കിട്ടേ വലിക്കാത്തുള്ള, അങ്ങനെ പാസ്സായി കിട്ടാൻ പ്രയാസമാണ്. അത് നല്ല ചെറുപ്പം ഒരു 20-30 വയസ്സിനകത്ത് വേണം, എങ്കിലേ ഈ കൈ വഴങ്ങത്തുള്ളൂ. ആ ട്രെയിനിങ് ചെയ്താണ് നമ്മൾ ഇത് ആൾക്കാർ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ട്രെയിനിങ് പാസ് കഴിഞ്ഞാൽ 3 to 4 lakhs rupees ശമ്പളം കിട്ടും ഒരു വെൽഡറായാൽ. തുടക്കത്തിലൊരു ചെറിയൊരു പരാജയം ഫേസ് ചെയ്ത ഒരു ബിസിനസ് ആണ്. തുടക്കത്തിൽ ഈ ഫെയിൽഡ് എക്സ്പീരിയൻസറിനെ എങ്ങനെയാണ് അത് നല്ലതാണ്. അത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഫെയിൽ എപ്പോഴും മനസ്സിലിരിക്കും. അതാണ് മെയിൻ കാരണം. അതപ്പോൾ എങ്ങനെ നമ്മളെ കോഷ്യസ് ആക്കുവാണോ? എല്ലാം കോഷ്യസ് ആക്കണം. ബിസിനസ്സെല്ലാം നമ്മൾ 24 hours ടൈം നമ്മൾ നോക്കി നടക്കില്ല. ഏത് സമയത്തും ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഗ്യാസ് ആൻഡ് റിഫൈനറി പ്ലാന്റാണ്. അപ്പോൾ എന്തും സംഭവിക്കാം. ഓരോ സൈറ്റിലും ഞങ്ങൾ 30,000 ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ പല രാജ്യത്തുണ്ട്. അബുദാബിയിലുണ്ട്, ദുബായിലുണ്ട്, ഖത്തർ, സൗദി തന്നെ വലിയ രാജ്യം, പല സ്ഥലത്തും. അപ്പം നമ്മൾ എപ്പോഴും വർക്കേഴ്സിൻ്റെ ഹാപ്പിനെസ്സും സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻ്റ്. സേഫ്റ്റി വർക്കേഴ്സിൻ്റെ സന്തോഷത്തിനകത്ത് ഫുഡ് ഈ ഒരാൾ ഉദ്ദേശിച്ചത് അത്ര നല്ല ഫുഡുകളാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ക്യാമ്പിൻ്റെ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ കിട്ടുന്ന ഏറ്റവും നല്ല ഫുഡുകൾ ചിക്കനും ഫിഷും എന്തെല്ലാം അങ്ങനെ കൊടുക്കുന്നത്. ഓരോ ദിവസവും ഓരോ രീതിയിൽ കലോറി നിയന്ത്രിക്കുന്ന ഇത് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എക്സോ മൊബൈൽ, കൊണോകോപ്പിലും വലിയ ഇൻ്റർനാഷണൽ ഓയിൽ കമ്പനിയാണ് ഇതിൻ്റെയൊക്കെ പാർട്ട്നേഴ്സ്. അപ്പോൾ അവരുടെ റെപ്യൂട്ടേഷൻ വെരി ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അവരും കൂടെ ടേക്ക് കെയർ ചെയ്തോ കറക്റ്റ് ഫുഡാണോ അല്ലയോ. നമ്മളെ മാത്രമല്ല, ആൾക്കാരുടെ ഹെൽത്ത്, അതാണ് ഹെൽത്തും എനർജിയും. ചെറിയ 70s ട്രേഡ് യൂണിയനിസം കത്തി നിൽക്കുന്ന സമയത്താണ് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നത്. ഇതുണ്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊരു എമർജൻസി, ആ സമയത്ത് അതും ഇന്നത്തെ കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സ്റ്റാർക്ക് ആയിട്ടുള്ള ഡിഫറൻസസ് എന്താണ്? ഇപ്പം കേരളത്തിൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ജോലി ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അന്ന് അതില്ല. പ്രത്യേകിച്ച് ഈ ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഒരു കാര്യത്തിൽ എന്ത് മാറ്റമാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പം ഫ്രണ്ട്ലി ട്രേഡ് യൂണിയൻ ഇതാണ്. ഇപ്പം ലോകത്ത് മൊത്തം പണ്ട് നമുക്ക് ഗൾഫ് മാത്രം, ഇപ്പോൾ ഗൾഫ് മാത്രം യൂറോപ്പിലും എല്ലായിടത്തും ഇൻവെസ്റ്റേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുക, എൻ്റെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇൻവൈറ്റ് ചെയ്താൽ അവിടെ ഇഷ്ടം പോലെ ബിസിനസ് സാധ്യതകളും ജോലി സാധ്യതകളും യൂറോപ്പിലും കൊറിയ, ജപ്പാനും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പണ്ട് ഈ ഗൾഫിൽ തന്നെ പണ്ട് നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാം, ബിസിനസ് തുടങ്ങാം. സിആർ എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ കിട്ടും. നേരത്തെ കിട്ടില്ല. നേരത്തെ സൗദികൾക്ക് മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാം മാറ്റം ഉണ്ടായി. കേരളം ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ബെറ്റർ സ്പേസ് ആയി എന്നാണോ ഉദ്ദേശിക്കുന്നത്? സാർ പറയുന്ന അനുസരിച്ചിട്ട് കേരളം ഇപ്പോൾ ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ് സാർ കേരളത്തിൽ നിന്ന് പോകുന്നത്. അതെ, ഇപ്പോൾ അത് മാറ്റം ഉണ്ടായി, വലിയ മാറ്റമുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് വലിയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ ട്രേഡ് ആൾക്കാരെ കാണാനില്ലല്ലേ എന്നു തോന്നുന്നു. നിങ്ങളല്ലേ അറിയാവുന്നത് സാറ് അങ്ങനെയാണെങ്കിൽ സാറ് NSH നാസർ ലഞ്ചറി കമ്പനി വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് കമ്പനിയാണ് സൗദിയിൽ വർക്ക് ചെയ്യുന്നത്. സൗദിയിലല്ല, മിഡിൽ ഈസ്റ്റിലെ നമ്പർ 1. സാർ ഇന്ത്യയിൽ കൂടുതൽ ഹോസ്പിറ്റാലിറ്റി ഒരു ഹോസ്പിറ്റലിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അതെ, ബാക്കി എഞ്ചിനീയറിംഗ് വർക്കൊന്നും ഇന്ത്യയിൽ ഏറ്റെടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, കാരണം വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പോലെ പ്രോജക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പ്രോജക്റ്റ് വന്നുകൊണ്ടേയിരിക്കും. അതിലവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യയിൽ നടക്കത്തില്ല, ഇത്രയും വർക്കുകൾ ഇന്ത്യയിൽ വരില്ല. ഇപ്പോൾ ഇന്ത്യയിൽ വർക്കുകൾ വളരെ കുറവാണ്ട്. ഈ LNTയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ, അതുൾപ്പെടെ ഗൾഫാണ് നോക്കുന്നത്. ഇപ്പോൾ അവിടെ ഇഷ്ടം പോലെ വർക്കുകളുണ്ടാകും, പേയ്മെൻറ്റ് കറക്റ്റാണ്, മറ്റു ഇഷ്യൂകളൊന്നുമില്ല. പിന്നെ ഒന്നും മനസ്സിലാക്കുക, ഇപ്പം അവിടുത്തെ ഒരു സൗദി റിയാൽ ഇന്ത്യൻ രൂപ 25 ആണ്. ഞാൻ പോകുമ്പോൾ 1 രൂപ 50 പൈസ ആയിരുന്നു. സാർ ഇപ്പോഴും തീരുമാനിച്ച മിഡിൽ ഈസ്റ്റിൽ ബേസ് ആക്കാം, അവിടെ ഓപ്പറേഷൻസ് ആവാം. ഞാൻ 76 തന്നെ മതി. ഇനി റിസ്ക് ഡൈവേഴ്സിഫൈ എന്നൊരു പരിപാടി എല്ലാ ബിസിനസ്സുകാർക്കും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഫോക്കസ്ഡ് ആണ്. അല്ലെങ്കിൽ എപ്പോഴും നോൺ കൺട്രീസിൽ അറിയുന്ന രാജ്യങ്ങളിൽ ജോലി ചെയ്യുക, നിയമങ്ങളനുസരിച്ച്. അതാണ് മെയിൻ. സാർ എന്തെങ്കിലും ഒരു അനുഭവം അവിടുത്തെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു അനുഭവം മനസ്സിൽ നിന്ന് ഓർത്തിരിക്കുന്ന? എല്ലാ അനുഭവങ്ങളും ഞാൻ ആദ്യം ഈ ഇന്ത്യക്കാർക്ക് വലിയ എന്ന് പറഞ്ഞില്ല. ഞാൻ ആദ്യം 77 ഒരു കാർ വാങ്ങണമെങ്കിൽ
അപ്പം ഒരു വലിയൊരു സർവീസ് ചേക്കാൻ എൻ്റെ കാർ ഇപ്പോൾ വിൽക്കുന്നു, എൻ്റെ ചോദിച്ച് കാർ വേണം, ഇത്ര രൂപ അങ്ങ് ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പൈസയില്ലെന്ന് പറഞ്ഞത് ഞാൻ എഗ്രി ചെയ്ത് കാർ അന്ന് വാങ്ങി. അതാണ് ഏറ്റവും വലിയ ഒരു അനുഭവം സൗദിയിൽ. ആദ്യം ഇതൊക്കെ. രണ്ടാമത്തെ അനുഭവം ഈ നമ്മളന്ന് ഈ കൊറിയൻസും ജാപ്പാനീസാണ് ഇത്. എൻ്റെ ഏറ്റവും വലിയ ഒരു കമ്പനി ഇപ്പോൾ ഇല്ല, അതിൻ്റെ ഒരു പ്രൊജക്റ്റ് മാനേജറെ കാണാൻ പോയി. ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പോയപ്പോൾ അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് തന്നില്ല, അത് 10-25 വർഷം ഷേക്ക് ഹാൻഡ് തന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത് എന്നെപ്പറ്റിലെ അപ്പുള്ള ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ ലെവലുള്ള ആൾക്കാർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയുള്ളൂ. ഇത് പറഞ്ഞുണ്ട്, അതാണ് ഇത്. പക്ഷേ ആളെ ഞാൻ എംപ്ലോയി ആക്കി. ആക്കി. അതാണ് ആൾക്കാരുടെ അടുത്ത് ഇന്ത്യക്കാർക്ക് ആ വിലയില്ല എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയൊരു അനുഭവമാണ്. ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ടുണ്ടോ ഇപ്പോൾ ഇന്ത്യക്കാർക്ക്? ഇന്ത്യക്കാർക്ക് ഭയങ്കര വലിയ മാറ്റമാണ്. ഞാൻ കഴിഞ്ഞ ഒരു 20 വർഷം മുമ്പ് സ്റ്റേറ്റ്സിൽ ലോകത്തെ വലിയൊരു കമ്പനിയുടെ ചെയർമാനെ കാണാൻ പോയിരുന്നു. സംസാരിച്ചപ്പം അയാൾ പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ ഒരു CEO ഒരു അമേരിക്കനാണ്, അയാളുടെ കൂടെ വിളിയത്. പറഞ്ഞാൽ ഇന്ത്യക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ അവരുടെ നോളജ് ഈ കാറ് കഴുകാനും കിച്ചൺ വൃത്തിയാക്കാനും ഉള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് അവർ ചെയ്തത് ലണ്ടനിലും അമേരിക്കയിലും ഈ ഫോറിനേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഇവിടെ നിന്ന് 200 കിലോമീറ്റർ ദൂരെയാണ് അവരുടെ അക്കോമഡേഷൻ അന്ന്. അത് സിറ്റിയായി. ആ മാറ്റമാണ്. അന്ന് തൊട്ടേ ഈ നമ്മളാരും വിശ്വസിക്കില്ല. നമ്മൾ ഈ ഏഷ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും, കള്ളന്മാരാണ്, ആ ധാരണയിലാണ് അന്ന് തുടങ്ങിയത്. ആ ലണ്ടനിൽ നല്ല ഇപ്പോൾ അവിടെ എല്ലാം മെയിൻ സിറ്റീസായി. പക്ഷേ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യക്കാർക്കൊരു റെസ്പെക്ട് കിട്ടും. ഭയങ്കര മാറ്റമുണ്ട്, വലിയ മാറ്റമുണ്ട്. അത് മേ ബി താങ്കൾ ഉൾപ്പെടെയുള്ള ബിസിനസ്സുകാരുടെ അത് നമ്മൾക്കാരും മുമ്പുള്ള ആൾക്കാരുടെ അതാണ്. ഈ ഒരാൾ നല്ലത് ചെയ്താൽ ആ ഇന്ത്യക്കാരെ നമ്മൾ ചോദിക്കുള്ളൂ ഏറ്റവും നല്ല ഞാൻ ചോദിക്കാറ് ഇവിടുത്തുകാരനാണെന്ന് ചോദിക്കും. അപ്പോൾ ആ റെസ്പെക്റ്റ് ചെയ്യും ആൾക്കാർ. എപ്പോഴും നമ്മൾ നല്ല പെരുമാറും, നല്ല വിശ്വസ്തത ഉണ്ടെങ്കിൽ ഒരാൾക്കാരും വരും. ഇപ്പോൾ ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ പുറമെ നടക്കുക, ഇന്ത്യക്കാർക്കെല്ലാം പൈസ ഉണ്ട്, നടക്കുകയാണ്. സാറ് ഒരുപാട് നാഷണാലിറ്റീസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഈ വർക്ക് എത്തിക്സ് കൊണ്ട് ഏറ്റവും ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഏത് നാഷണാലിറ്റി ആയിരിക്കും? നമ്മുടെ ആൾക്കാർ ഏറ്റവും നമ്പർ 1 ആണ് ഇന്ത്യൻസ് ആണ്. ഇപ്പോൾ ഇന്ത്യ എന്ന് വെച്ചാൽ കേരളക്കാരൊന്നുമില്ല, ഇപ്പോൾ എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ് കംപ്ലീറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഫിലിപ്പൈൻസ്, നല്ല ജോലിക്കാർ. അത് കഴിഞ്ഞ് നേപ്പാളീസ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇന്ത്യൻസും പിന്നെ ഫിലിപ്പൈൻസുമാണ്. സാർ, ഈ ഗൾഫിൽ ജോലി സാധ്യത ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കുറഞ്ഞു വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്, അത് സത്യമാണോ? അടുത്ത ഒരു 10-20 വർഷത്തേക്ക് കുഴപ്പമുണ്ടാകില്ല. പക്ഷെ അവിടെ ലോക്കൽസ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സ്ഥലമാണ് സൗദി അറേബ്യ. അപ്പോൾ അവിടുത്തെ ജോലിക്ക് മിനിമം ഇപ്പോൾ തന്നെ 40% നമ്മൾ ലോക്കൽസിനെ റിക്രൂട്ട് ചെയ്യണം. ഒരു ജോലിയില്ല, നമ്മൾ പൈസ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് കുറയും. ഇപ്പം ചില കാറ്റഗറീസ് ഈ ലോക്കൽസിന് മാത്രമേ ജോലി കൊടുക്കാറുള്ളൂ. അതാണ് കാരണം. പണ്ടെല്ലാവരും പറ്റും, പക്ഷേ ഒരിക്കലും ഇപ്പം ഞാൻ തന്നെ ഈ ഇന്ന് മുതൽ അടുത്ത 3 വർഷം 6 വർഷം $6 to $7 ബില്യൺ വർക്ക് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ആൾക്കാർ വേണം. ഈ ഒരു ജോലി ചെയ്താൽ അത് മിനിമം 5 years 6 years ഉണ്ടാകും. ഇപ്പം നമുക്ക് പിന്നെ അവിടെ എടുക്കുന്ന നല്ല എഞ്ചിനീയേഴ്സ് കിട്ടും സൗദിയിൽ. പിന്നെ ലേഡീസ് സൂപ്പറാണ്, ലേഡീസ് വർക്ക് ചെയ്യാൻ ആക്കുറ സമയം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ എടുക്കും, ബാക്കിയെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലോക്കൽ വർക്ക് ഫോഴ്സ് എങ്ങനെ എഫക്റ്റീവ് ആണോ? നമ്മുടെ അത്രയും നല്ല അവിടുത്തെ ടോപ്പ് ലെവൽ ആൾക്കാർ വളരെ എഫക്റ്റീവാണ്. അവർ ഐക്യം വളരെ നമ്പർ 1 ആണ്. ഈ താഴെ ഗ്രേഡിലുള്ള എന്നുവെച്ചാൽ അവർ ഞങ്ങൾ ഈ സൗദി എന്നുള്ള നിലയിൽ ജോലി ചെയ്യില്ല, പക്ഷേ ഇപ്പോൾ ജോലി ചെയ്തേ പറ്റൂ. ഒരു 10 to 20% കിട്ടും. നേരത്തെ പറഞ്ഞപ്പോൾ ഇന്ത്യക്കാരൻ നിലയ്ക്കുണ്ടായ മോശമായ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞു. നേരെ തിരിച്ചുണ്ടായിട്ടുണ്ടോ? അത് ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ മലയാളിയാണ് എന്നുള്ളതുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ കൂടുതൽ അക്സെപ്റ്റൻസോ അല്ലെങ്കിൽ ഒരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും? ഈ ഗൾഫിൽ മാത്രമല്ല വളരെ അപ്രീഷിയേറ്റ്. ഇപ്പം നോക്കും, ഇന്ത്യക്കാരൻ അവരെ എന്നെ നോക്കും. ഇപ്പോൾ ഒരാളിപ്പോൾ കാണാൻ വരിക നമ്മളെപ്പറ്റി കംപ്ലീറ്റ് പഠിച്ചിട്ടാണ്
നമ്മളെ കാണാൻ വരുന്നത്, വെറുതെ വരില്ല. ഒരനുഭവം പറയാം. ഞാൻ അതൊരു 20 വർഷമായി ഒരു ജാപ്പാനീസ് കമ്പനി ചിയോടാന്ന്, അവർക്ക് അവിടെ ഒരു വർക്ക് ഞാൻ ബിഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ എന്നെപ്പറ്റി പഠിക്കാൻ വേണ്ടി കൊറിയയിൽ പോയി ആ കമ്പനിയിൽ പോയി എന്നെപ്പറ്റി കംപ്ലീറ്റ് എഴുതി പഠിച്ച്, അത് പറഞ്ഞില്ല വരും. ഈ ജപ്പാനീസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങി തൂങ്ങിയിരിക്കും, നമ്മളേക്ക് ഒന്നുമില്ല എന്ന് വരും. അപ്പോൾ നമ്മളെപ്പറ്റി എല്ലാം പഠിച്ചിട്ടാണ് അത് എഴുതിയെടുത്തിട്ട് എല്ലാം എഴുതും കംപ്ലീറ്റ്. എന്നിട്ട് കമ്പനി പറഞ്ഞ കറക്റ്റാണോ അല്ലയോ. അതെ, ഒരിക്കൽ തെറ്റുപോയാൽ തീർന്നു. നമ്മൾ ബ്ലഫ് അടിക്കാൻ ഒരിക്കലും സാധിക്കില്ല. വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു എതിർപ്പോ എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ? മകൻ പഠിക്കണം, ഒരു ജോലി അന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ഇപ്പം എൻ്റെ മനസ്സിലങ്ങനെ പോകണമെന്ന് തോന്നി, അങ്ങനെ പോയി. എതിർത്തില്ല പാരൻസ്? അല്ല, ആദ്യം ഉണ്ടായി പിന്നെ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഞാനത് പോയോണ്ടാണ്, ആ ഭൂമി ഉണ്ടായാണ് നമ്മൾ ഈ നിലയിലായത്. അല്ല രേപ്പിള ആകത്തില്ല ഗൾഫില്ലെങ്കിൽ, ഒരിക്കലും ആകില്ല. ഞാനല്ല, അങ്ങനെ പല ആൾക്കാരും ഉണ്ടാകത്തില്ല. അത്ര ഒരു നല്ല സ്ഥലമാണ് ഈ ബിസിനസ് അറ്റ്മോസ്ഫിയർ. അത്ര നമ്മൾ നല്ല വളരെ ചീറ്റ് ചെയ്യാൻ പോലും പോയത്, പോയാൽ തീർന്നു. നിങ്ങൾ പറയുന്നത് നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ്. സാർ ഇപ്പോഴും സൗദി എന്തിനാണ് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സൗദി എന്തിനാണ് ചൂസ് ചെയ്തത്? അവിടെ ദുബായ് ഉണ്ടായിരുന്നു, കുവൈറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലായിടത്തും ഉണ്ട്. അല്ല, പക്ഷെ ആദ്യം പോയിട്ട് സെറ്റപ്പ് ചെയ്യാൻ ആ സമയത്ത് സൗദി ആകുമ്പോൾ അന്ന് ദുബായിലൊന്നുമില്ല. ദുബായ് കൊണ്ട് ഇപ്പോഴല്ലേ ദുബായ് ആയത്. ദുബായിൽ ഒരു 20 വർഷം കൊണ്ടായത്. സൗദി അന്നും റിച്ചായിരുന്നു. ട്രൈബൽ കമ്മ്യൂണിറ്റി അല്ലേ, ഒട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്തത് അല്ലേ സാർ? ഒന്നുമില്ലാതെ ഇപ്പോൾ എല്ലാം മാറി, കംപ്ലീറ്റ് മാറി. ഇപ്പോഴും സൗദിയിലും ഗൾഫിലൊക്കെ ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിനെ എങ്ങനെയാണ് കാണുന്നത്? കേരളം എങ്ങനെയാണ്? അതൊരു ഇമോഷണൽ കണക്റ്റ് ആണോ, അല്ല കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയാം, ഈ കേരളത്തിലും ബിസിനസ് ചെയ്താൽ ബ്രേക്ക് ഇവനിൽ പോകും, ലാഭം പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. എൻ്റെ ഒരു ധാരണയാണ്. ഉണ്ടാവില്ല. ഗൾഫിലായാലും ഒരു എൻ്റെ കാരണം വെച്ചാൽ ഞാനിപ്പോഴും പഠിക്കുന്നത് ആൾക്കാർ പല നാഷണാലിറ്റി ഫൈറ്റ് ചെയ്യുക കൂടുതൽ. ഇപ്പം ജോലിക്കാരും ഇപ്പം ഫിലിപ്പീനെ കണ്ട് ഇന്ത്യക്കാർ പഠിക്കും, ഇന്ത്യയെ കണ്ട് അടുത്ത ഓരോ സംസ്ഥാനം ഒരു കോമ്പറ്റീഷനുണ്ട്, എങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. എല്ലാ മാസവും ശമ്പളം വരിക ഒരു സന്തോഷമാണ്. അത് നാട്ടിലേക്ക് ഈ ഏറ്റവും കൂടുതൽ ഗൾഫിൽ ജീവിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഇന്ത്യക്കാട്ടിൽ. അവിടെ ചെന്നാൽ അവർക്ക് ഫാമിലിയെ പറ്റി നാട്ടിനെ പറ്റി ചിന്തിക്കും ഉറപ്പം. ഈ ഗൾഫിൽ വരുന്ന 98% ആൾക്കാരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 2% മോശമായിട്ടുള്ളൂ. എല്ലാവരും മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നല്ല ശമ്പളം കിട്ടിയാൽ ഈ 8 മണിക്കൂർ കഴിഞ്ഞാൽ ഓവർ ടൈമാണ്. അപ്പോൾ അതെങ്ങനെയും പൈസ ഉണ്ടാക്കും. ഒരു ലേബർ മിനിമം ഒരു 15,000 രൂപ ശമ്പളം മാസം ഉണ്ടാക്കും ഒരു ലേബർ. വെൽഡറാണെങ്കിൽ 30,000 35,000 അങ്ങനെ പോകുന്ന ശമ്പളം. അതെവിടെ കിട്ടും? ടാക്സ് കൊടുക്കണ്ട, ഫുഡ് ഫ്രീ, മെഡിക്കൽ ഫ്രീ. ഈ ഗൾഫിലെല്ലാം നല്ല കമ്പനിക്ക് എല്ലാം ഗോസിയുണ്ട്. അപ്പം മെഡിക്കൽ കംപ്ലീറ്റ് ഫ്രീ ആണ്. അപ്പോൾ അതാ ഇവിടെ ഉണ്ടാകില്ല. ഇപ്പോൾ എൻ്റെ കൂടെ 45 വർഷം വരെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ മക്കളും ഉണ്ട്. ഇവിടെ ഈ കേരളത്തെക്കാട്ടിൽ അല്ല ഇന്ത്യക്കാട്ടിൽ ഫ്രീഡമാണ് ഗൾഫിലും. പണ്ട് മദ്യമില്ല, ഇപ്പം മദ്യം തുടങ്ങിയിട്ടുണ്ട് ദുബായിലൊക്കെ. ഏറ്റവും ഫ്രീ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ജോലി ചെയ്യുക, നല്ല അക്കോമഡേഷൻ ഉണ്ട്, കിടക്കുക. സ്വന്തം നാട്ടിൽ പോലെ ആവില്ല. അല്ല, കോൺട്രാക്റ്റ് അനുസരിച്ച് ട്രേഡ് അനുസരിച്ച് എല്ലാ വർഷം വെക്കേഷൻ പോകുന്ന ആൾക്കാരുണ്ട്, 6 മാസം പോകുന്ന ആൾക്കാരുണ്ട്, 2 വർഷം പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കേരളത്തിലേക്ക് വന്ന് നേരത്തെ പറഞ്ഞു താങ്കൾ കൂടുതലായിട്ട് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലാണ് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും വയബിൾ ആയിട്ടുള്ള ബിസിനസ് എന്താണ്, ഇൻഡസ്ട്രി ഏതാണ്? ഇപ്പോൾ തൽക്കാലം ഇൻഡസ്ട്രി ഹോസ്പിറ്റാലിറ്റി എന്ന് പറയത്തുള്ളൂ. ഇൻഡസ്ട്രി എന്ന് പറയാൻ ഇപ്പോൾ തൽക്കാലം ഹോസ്പിറ്റാലിറ്റി മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ കേരളത്തിൽ ഭൂമി ലഭ്യത വളരെ കുറവ്, മാൻ പവർ എംപ്ലോയീസ് വളരെ കുറവ്. മാൻ പവർ കുറവാണ്. അതെ, അതെങ്ങനെയാണ്? ഇതിന് വർക്ക് ചെയ്യുന്ന മാൻ പവർ വളരെ കുറവില്ലേ, ടെക്നിക്കൽ വളരെ കുറവ്. ഇപ്പം ഈ ഇന്ത്യയിൽ ഇപ്പം മൊത്തം കേരളത്തിൽ മൊത്തം UP ബീഹാർ ഒക്കെ അല്ലേ ഉള്ളൂ, കേരളക്കാരത്തുണ്ട്. ഞാൻ അത് തന്നെ ചോദിക്കാൻ വന്നത്. കഴിഞ്ഞ വർഷം ഒരു ഇൻ്റർവ്യൂവിൽ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു UPയും ബീഹാറും ഒക്കെ വളരുന്ന രീതി നമ്മൾ നോക്കണം, കേരളം കാണണം എന്ന് പറഞ്ഞു. എന്താണ് നമ്മുടെ നെക്സ്റ്റ് ഗ്രോത്ത്? എന്താണ് കേരളത്തിൻ്റെ അടുത്ത ഗ്രോത്ത് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ എന്താ വേണ്ടത് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ? ഇപ്പം ഇന്ന് കേരളത്തിൽ മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം
ഇപ്പം ഗൾഫും കേരളവും വളരെ ഇപ്പോൾ അവന് പഠിച്ച് മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഗൾഫിൽ കൃഷിയിലും ഗ്രോത്ത് ഉണ്ടാവും, കേരളത്തിലും ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പം തന്നെ ഇത്തരം ഷോപ്പിംഗ് മാൾ ഒന്നല്ലേ നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ചതാണോ? ഇത്രയും ഹൈവേ ഉണ്ടായിട്ടില്ലേ? വിചിത്ര മാറ്റം ഉണ്ടാവും. അല്ല, കേരളത്തില് എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ താങ്കൾ ഈ പറഞ്ഞ പോലെ ലാൻഡ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഉണ്ട്. അത് കേരളത്തിൽ ഏറ്റവും സ്കോപ്പുള്ള ബിസിനസ് ഏതാണ്? ഇനി സാധ്യതകൾ ഏത് രംഗത്താണ്? ഒന്ന് ഫിഷറീസാണ് നമ്മുടെ നമ്പർ 1, വളരെ സാധ്യതയുള്ളത്. പിന്നെ മിനറൽസും നല്ല മാറ്റമുള്ള ഒരു ബിസിനസ്സാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഹോപ്പുള്ളതാണ്. ഇഷ്ടംപോലെ മിനറൽസും ഉണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും പ്രൈവറ്റ് ഇൻഡസ്ട്രിക്ക് പറ്റില്ലല്ലോ. ഇപ്പോൾ KMRL മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ? അല്ലാതെ ഇത് പണ്ട് ഞാൻ ശ്രമിച്ചതാണ്. പണ്ട് BVG സാറെന്ന് പറയാം, അതിനടുത്ത് ബന്ധു അങ്ങനെ അത് അന്ന് 5000 ഇന്ത്യൻ ഡ്രൈവർക്ക് മാത്രമേ ഉള്ളൂ ലൈസൻസ് ഉള്ളത്. അവരോട്ട് കൊളാബറേഷൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അതൊക്കെ പോയി, അതെല്ലാം മണ്ണിടിച്ച് പോയി. മിനറൽസ് നല്ലതാണ്. പിന്നെ നമ്മുടെ വനമേഖലയിൽ ഈ കോഫിയും ടീയും അതാണ് നല്ലൊരു മാറ്റമുള്ളതാണ്. ടീയും കോഫിയും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നല്ലൊരു സ്ഥലം ആഫ്രിക്കയിലുണ്ട്, അത് ഇവിടെ കേരളത്തിലാണ്. ഇങ്ങനെ കൊല്ലത്തൊരു ആശുപത്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, നമ്മൾ അതെ, അത് നമ്മൾ ഈ ചാരിറ്റി ആയിട്ട് പോവുക, ലാഭത്തിന് വരില്ല. ഉപാസന അത് ലാഭത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പൈസ ഓരോ വർഷവും 10-50 കോടി രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. വേറെ കാര്യം പറയുന്നത്, ഈ വെൽത്ത് ക്രിയേഷൻ പല രാജ്യത്തും പല കൾച്ചറിലും റെസ്പെക്റ്റഡ് ആണ്, ആക്സെപ്റ്റഡ് ആണ്. US-ലൊക്കെ എലൻ മസ്ക് ആണെങ്കിലും നമുക്ക് ഇന്ത്യയിലാണോ കേരളത്തിൽ ആ ഒരു കൾച്ചറുണ്ടോ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ? അതിൽ ഇവിടെ വെൽത്ത് ക്രിയേറ്റ് ആൾക്കാർക്ക് ഒരു എഗനിസ്റ്റാണ് വെൽത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരെ കേരളത്തിൽ. പക്ഷേ ഗൾഫിലൊക്കെ ആണെങ്കിൽ വെൽത്തുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യും. ഈ പൈസ ഉള്ള ഒരാളെ ഒരു മനുഷ്യൻ കേരളത്തിൽ വലിയ പ്രയാസമാണ്. അതെന്തുകൊണ്ടായിരിക്കും സാർ? അതൊക്കെ ജലസി എന്ന് പറയും. എനിക്കുണ്ടായില്ല, അവനെങ്ങനെ ഉണ്ടായി? അല്ല, മറ്റൊന്നും കാര്യമില്ല. അങ്ങനല്ലേ തോന്നുന്നത്? എനിക്കുണ്ടാകാൻ പറ്റില്ല, അവനുണ്ടായി എന്ന് പറയും. അല്ലെങ്കിൽ പറയാൻ കള്ളക്കടത്താണ് കാര്യം. അങ്ങനെ പല സ്റ്റോറീസും പറയും. പക്ഷെ മറ്റ് രാജ്യങ്ങളെല്ലാം വെളുത്തുള്ള ആൾക്കാരെ വളരെ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യും, വെൽക്കം ചെയ്യും. വെളുത്തുള്ളവനെ ഉള്ളു വില. അല്ലെങ്കിൽ ട്രംപിനെ ആര് വില വെക്കും അല്ലേ? അതിന് വെളുത്തും മിലിറ്ററി ഉണ്ടായിരുന്ന ആൾക്കാർ രാജ്യം ലോകരാജ്യങ്ങൾ വില വെക്കുന്നത്. മണിപ്പൂറാണ്. അത് കേരളത്തിൽ മാത്രമാണ് ഈ ഒരു അർഹിക്കുന്ന ബഹുമാനം കിട്ടാത്തത്? കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ബാക്കി സംസ്ഥാനങ്ങൾക്കില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ഈ ജലസി അല്ലാതെ ഇപ്പം പറയാൻ പറ്റില്ല, ഇത് പണ്ടേ തുടങ്ങി വന്നതാണ്. നമ്മുടെ ഒരു കൾച്ചറൊക്കെയാണോ? നമ്മുടെ കൾച്ചറാണ്. ഇത് ചിലപ്പോൾ പറയാറുണ്ട് കേരളത്തിൽ മാത്രമാണ് ഈ വൈശ്യ കമ്മ്യൂണിറ്റി ഇല്ലാത്തത്, ഒരു ബിസിനസ് പാരമ്പര്യം ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആണ് കേരളം മാത്രമേ ഉള്ളൂ. അതായത് കോഴിക്കോട് മാറ്റി കൾച്ചർ മാറ്റുക. ഏറ്റവും കൂടുതൽ NRIസും റിച്ചസ്റ്റ് ആൾക്കാരുള്ള ഞാൻ വിചാരിക്കുന്നത് കർണൂർ തൊട്ടം അല്ല കോഴിക്കോട് തൊട്ടങ്ങോട്ടാണ് ഏറ്റവും റിച്ചസ്റ്റ് NRIയും പൈസയുള്ള ആൾക്കാർ. അവിടെ ഈ കുഴപ്പമില്ല. അവിടെ ആ യൂണിറ്റി വളരെ കൂടുതലുണ്ട്. തെക്കോട്ട് ആ യൂണിറ്റി ഇല്ല. ഒരു കമ്മ്യൂണിറ്റി റീസൺ കൊണ്ടാണോ അത്? അപ്പോൾ പക്ഷേ യൂണിറ്റി ഉണ്ട് അവിടെ. ആ യൂണിറ്റി ഈ എറണാകുളം കഴിഞ്ഞ തെക്കോട്ടില്ല. എറണാകുളം കഴിയണ്ടെന്ന് തോന്നി. ഇപ്പുറത്ത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ സൗത്ത് കേരളയിൽ തെക്കൻ കേരളത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്ന് വളരെ കൊള്ളാം. ഈ ഏറ്റവും കൂടുതൽ വർഷം ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ജില്ല കാലിക്കറ്റും ഉണ്ട്. ഏറ്റവും കൂടുതൽ NRIസും അവർ ജോലി ചെയ്യില്ല, എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, പൈസ അയക്കുന്നവരാണ്. അവരുടെ കളിച്ചർ ഒരാൾ എല്ലാ ദിവസവും മിനിമം ഒരു 2000 ആൾക്കാരെങ്കിലും ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഒരു 2 മാസം ഒരാഘോഷമാണ്. എല്ലാം വിളിച്ച് ഒരു യൂണിറ്റ് സഹായിക്കുക, ഫുഡ് കൊടുക്കുക. നമ്മുടെ തെക്കോട്ടില്ല അത്. ശരി, പലപ്പോഴും പറയാറുണ്ട് ഗൾഫിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കേരളം ഉണ്ടാവില്ലായിരുന്നു എന്ന്. അതെ, അത് അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും. എത്ര ലക്ഷം ആൾക്കാരാണ്, എത്ര മില്യൺസാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകില്ല. ഇപ്പം ഞാൻ ഉണ്ടാകത്തില്ല, അങ്ങനെ യൂസുഫ് അലി ഉണ്ടാകത്തില്ല, പലരും കാണത്തില്ല. ഈ ആദ്യത്തെ പരാജയത്തിൽ നിന്നുണ്ടായ ഒരു പേടിയുണ്ട്, റിസ്ക് എടുക്കാനുള്ളൊരു മടി. ഇപ്പം നമ്മൾ പ്രായം കൂടി കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് കൊച്ചനല്ലേ എന്ന് പറഞ്ഞാൽ പക്ഷെ അന്ന് അത് അങ്ങനെ ബിസിനസ് പൊളിഞ്ഞത് വളരെ സന്തോഷമാണ് അല്ലേ. അതുകൊണ്ടാണ് ഗൾഫിൽ പോകാൻ ബാധിച്ചത്. ഗൾഫിൽ എൻ്റെ ഒരു ഗോൾഡൻ ഭാഗ്യം എന്ന് വെച്ചത് ഗൾഫിൽ പോയതാണ്. കർഷക കുടുംബത്തിൽ നിന്നാണല്ലോ വരുന്നത്. അതെ. അപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ ഈ കൃഷിയിലേക്ക്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, എനിക്ക്
ഞങ്ങൾ 5-6 വയസ്സായപ്പം ഈ പശുക്കളുണ്ട്. ഞങ്ങൾ ജോലിക്കാർ കാണുമ്പോൾ ജോലിക്കാർ വീട്ടിലുള്ള പശുവിനെ പുല്ലുണ്ടല്ലോ, പുല്ല് പശുവിനെ ഉണ്ടാക്കുക കണ്ട് പശുക്കളെ കുളിപ്പിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ എല്ലാ പണിയും എല്ലാ കംപ്ലീറ്റ് പണി ഞാൻ ചെയ്തിട്ടുണ്ട്. അതാ ഈ പൂട്ടാൻ, ഈ കാളയുണ്ട്, കള വെച്ച് പൂട്ടുക, ഈ പണ്ട് ഈ കൊച്ചു തൂമ്പുണ്ട് അത് വെച്ചാണ് വിത്തിടില്ല, കള പറയില്ല, എള്ളു അറിയാത്തൊരു പണിയില്ല. അതൊരു നല്ലൊരു അറിവാണ്, ഇപ്പം ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. കരുനാഗപ്പള്ളി ഒരു സ്ഥലത്ത് എത്ര സ്ഥലമാണ്, ഒരു ഏറ്റവും നല്ല പറങ്ക് മാവ്, പിന്നെ കപ്പ എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലും ചെയ്യുന്നുണ്ട്. അത് പശുക്കൾ, ആട് എല്ലാം വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്കുള്ള പാലുകളെല്ലാം നമ്മുടെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്നത്, നമ്മുടെ ഫാമിൽ നിന്നാണ്. ഈ ഇവിടുത്തെ വെജിറ്റബിൾ എല്ലാം നമ്മുടെ ഫാമിൽ നിന്നാണ്, വാങ്ങുന്നില്ല. അതെല്ലാം ഫ്രഷ് കിട്ടാൻ വേണ്ടി, ലാഭത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി. നേരത്തെ നമ്മൾ കേരളത്തിന്റെ കാര്യം ചോദിച്ചാൽ അതിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കും. അതായത് ഈ കേരളത്തിന്റെ എല്ലാം എപ്പോഴും ഉള്ളൊരു കൾച്ചർ, മേ ബി നമ്മുടെ ഒരു പൊളിറ്റിക്സ് കൊണ്ടുകൂടെ ആയിരിക്കും ഈ ബിസിനസ്സുകാരെയും പൊളിറ്റിക്സുമായിട്ട് ഇങ്ങനെ ചേരാതെ പോവുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് അത് മാറിയിട്ടുണ്ട്, കുറച്ചുകൂടെ അടുപ്പം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? കാരണം വെച്ചാൽ ഈ ഗൾഫിലുള്ള ആൾക്കാരും ഇവിടെയുള്ള പൊളിറ്റീഷ്യനും ഗൾഫിൽ പോയി ആ മാറ്റം കണ്ടു. ഇവിടെയൊക്കെ ഫാമിലീസ് ഗൾഫിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ മരത്തിന് മെയിൻ കാരണം അതിനി മാറത്തുള്ളൂ, ഇനി പഴയ പോലെ വരികയില്ല. അതൊരു നല്ല ട്രെൻഡ് അല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്, അത് വലിയ മാറ്റം ഉണ്ടാകും. എന്നുവെച്ചാൽ ഈ കേരളത്തിലും പ്രകൃതി സൗന്ദര്യമായ സ്ഥലം ഇല്ല. അപ്പോൾ കൂടുതൽ ഫാക്ടറീസും ബിസിനസ്സും റോഡ്സും ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഫോറിനേഴ്സ് ഇവിടെ എത്തും. കേരളത്തിൽ കഴിഞ്ഞ 70 വർഷം നോക്കുമ്പോൾ ഒരു പകുതിയോളം കാലം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, മറുപക്ഷമായിരുന്നു. അപ്പം ഒരുപക്ഷെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ട്രേഡ് യൂണിയൻസ് എല്ലാം കൊണ്ട് ഈ ബിസിനസ്സുകാരെ അല്ലെങ്കിൽ മുതലാളിമാരെയൊക്കെ മാറ്റി നിർത്തണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു ഈ ഒരു വിഭാഗത്തിൻ്റെ. അതിപ്പോൾ ഒരു 10-20 വർഷം കൊണ്ട് അതിങ്ങനെ മാറി അവരെ കൂടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു തോന്നൽ വരുന്നുണ്ട്. ഞാൻ ദുബായിക്കാരനാണ്. അത് അവരുടെ പൊളിറ്റീഷ്യനിൽ വേണ്ടി പറയേണ്ടത് അല്ലേ? സാറിന് പക്ഷേ ഇവരുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, എല്ലാവരുമായിട്ട്. ഉമ്മൻചാണ്ടി സാറാണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ മോദി ആണെങ്കിലും ബന്ധം വേണ്ട. നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്നൊന്നും രാഷ്ട്രീയക്കാരിൽ നിന്നൊന്നും നേടിയിട്ടില്ല. നേരെ മറിച്ച് നാടിൻ്റെ ആവശ്യങ്ങൾക്ക് എല്ലാ ഗൾഫും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആ ബന്ധമുള്ളത് നമുക്ക് ഇവിടുന്ന് ഒന്നും നേടാനില്ല. പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? പ്രൈം മിനിസ്റ്റർക്ക് നേരത്തെ അറിയാം. ഈ അന്ന് ഈ ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്റർ ആകുന്നതിന് മുമ്പ് അന്ന് ഈ പ്രവാസി സമ്മേളനമുണ്ട്. അന്ന് നല്ല അങ്ങ് സ്ഥിരമായിട്ടത് വരുമായിരുന്നു. അവർ പറഞ്ഞ അന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുമായിരുന്നു മറ്റ് പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാർ. വളരെ അന്നോട്ട് ആ ബന്ധം ആ കുട്ടിയുണ്ടാണ്. ശല്യപ്പെടുത്തുമായിരുന്നു എന്ന് വെച്ചാൽ അല്ല, അങ്ങനെ വരുമ്പോഴേ പ്രസംഗിക്കാനോ സംസാരിക്കാനോ ഒന്നും അന്നത്തെ പൊളിറ്റിക്സ് മാറ്റമില്ലേ, ഇങ്ങനത്തിന് അങ്ങനെ വരുമായിരുന്നു. ഇവരൊറ്റ സ്പീച്ച് ചെയ്യാൻ വെച്ചിട്ടില്ല അന്ന്. അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്? അങ്ങനെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ സ്വന്തമായിട്ടൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയാണ് അങ്ങനെ കുടുംബം. അങ്ങനെ ആർക്കുമില്ല, അല്ലെങ്കിൽ വൈഫില്ല, മക്കളില്ല, ഒന്നുമില്ല. അങ്ങനെ നോക്കുന്ന ഇന്ത്യ എങ്ങനെയും വളരണം, അതാണ് അങ്ങനെ ബെസ്റ്റ് ക്വാളിറ്റി. അതുപോലെ ഒരാളെ കിട്ടത്തില്ല. ഇതേ ചോദ്യം പിണറായി വിജയനെ പറ്റി ചോദിച്ചാൽ? പിണറായി വിജയൻ അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു ലീഡറും. എങ്ങനെയും കേരളം നന്നാകണം, എങ്ങനെയും നന്നാകണം ഒറ്റ മാർക്കുള്ളൂ. എങ്ങനെയും മറ്റേക്ക് ഇന്ത്യയിൽ കേരളത്തിലെ പൊളിറ്റീഷ്യൻസിൽ ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ആരും ഇത് എല്ലാവരുടെ സൗഹൃദമുണ്ട്, എല്ലാ ആൾക്കാരുമായിട്ട്. അല്ല, അങ്ങനെയല്ല, നേരിട്ട് പരിചയമുള്ള എല്ലാവരും ബന്ധമുണ്ട്. എല്ലാവർക്കും നല്ല സൗഹൃദം. പൊളിറ്റീഷ്യൻ എല്ലാം പേരിട്ട് നല്ല ആൾക്കാരാണ്. അതുപോലെ PKV ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അത് വളരെ അപൂർവം. PKV അങ്ങനെ ഒരാളല്ല, സൂപ്പർ ആളായിരുന്നു. അത് അന്ന് പഴയത്തെ ആൾക്കാരെല്ലാം നല്ല ആൾക്കാരായിരുന്നു. ഉമ്മൻചാണ്ടി സാറുമായിട്ട് അത് തന്നെ നല്ല അടുപ്പുണ്ടായിരുന്നു. എല്ലാവരോട്ടും നല്ല ബന്ധമുണ്ട്. ഈവൻ VS തൊട്ട് നല്ല അടുപ്പമായിരുന്നു. അതെ, VS എൻ്റെ ഇവിടുത്തെ ഹോട്ടലിൽ ഉദ്ഘാടനം അങ്ങനെ വന്നു. നമ്മുടെ കൊല്ലത്ത് റാവിസിൻ്റെ വരത്തില്ല,
അതിലൊന്നും പറയാതെ വന്നു. PKV ആയിട്ടുള്ള എന്താ കൊല്ലം കണക്ഷൻ ആണോ? അതെ അതെ അതെ, നല്ല അങ്ങനെയൊക്കെ നല്ല മനുഷ്യനാണ് അല്ലേ, നല്ല വ്യക്തിത്വമുള്ള. ഇടക്കാലത്ത് കേട്ടിട്ടുണ്ട് ഈ സിനിമയിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു. നമ്മുടെ ചണി രവിയുടെ മറ്റു പ്രൊഡക്ഷൻസ് ഒക്കെ മേടിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇല്ല, പടത്തിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അടുത്ത ഫണ്ടാണ്. സാമ്പത്തിക എന്തെങ്കിലും സഹായം കൊടുക്കുന്ന നല്ലതുണ്ട്. പിന്നെ എൻ്റെ ഒരു കോബ്രത ഉണ്ടായിരുന്നു, പറയും ഒരു MLA വിജയൻ പിള്ളി എന്ന് പറയും. അങ്ങനെ നിർബന്ധിച്ചൊരു പടം എടുത്തു ഉപറിഷ്യേറ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ചെയ്താ. ബറോസിൽ താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇല്ല, അത് ഈ ഈ സാമ്പത്തിക സഹായം വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട്. പലിശയ്ക്കും ലാഭത്തിനുമല്ല, ഈ പേഴ്സണൽ ലോൺ കൊടുത്തിട്ടുണ്ട്. NSH തുടങ്ങി ഇപ്പോൾ 2014 സാർക്ക് ഈ പൊസിഷനിൽ മാറി അല്ലേ? അതിന്റെ ആ ഒരു ഗ്രോത്ത് ഒന്ന് പറയാമോ? എങ്ങനെയാണ് സൗദിയിൽ തുടങ്ങി സൈസ്? ഞാൻ 150 ആൾക്കാരിൽ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഇന്ന് 1,60,000 ആൾക്കാർ കമ്പനിയിൽ. ലോകത്തൊരു കമ്പനി ഇത്രയും ആൾക്കാർ ഗൾഫിൽ വർക്ക് ചെയ്തില്ല എൻ്റെ കമ്പനി ഉപയോഗിച്ച്. അവർ കഴിഞ്ഞ 40 വർഷമായിട്ട് ജോലി കൊടുക്കുന്നുണ്ട്. അത് ഈസിയല്ല, ഇത്ര ആൾക്കാർ ജോലി എടുക്കുക. ഞങ്ങളുടെ കിച്ചന് മാത്രം ഒരു 500,000 ആൾക്കാർ ഓരോ സ്ഥലത്തുള്ളത്. അപ്പം എനിക്ക് പ്രൗഡായിട്ട് പറഞ്ഞാൽ ഞാൻ മുഖാന്തരം പല സ്റ്റേറ്റ്സിലെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറിയിട്ടുണ്ട്. കുടുംബത്തിലും ഉണ്ടാക്കുന്നത് ഈ ഗൾഫിൽ ജോലി നല്ല വീട്, നല്ല വസ്തു, നല്ല എഡ്യൂക്കേഷൻ എല്ലാം നല്ല നിലയിലാണ് പോകുന്നത്. അതിന് കാരണമായത് ഞാനാണ്. ആർക്കും ഇത്രയും ജോലി കൊടുക്കാൻ ഗൾഫിൽ ഇനിയും ഉണ്ടാകുമെന്ന് സാധിക്കത്തില്ല ഞാൻ കൊടുത്ത പോലെ. സാർ, ഈ ഫോർബ്സിൻ്റെ ലിസ്റ്റിൽ സാറിൻ്റെ പേഴ്സണൽ അസറ്റ്സിൻ്റെ വാല്യൂഷനിൽ വേൾഡിലെ ടോപ്പ് ബില്യണേഴ്സിൽ നമ്മൾ നോക്കാൻ അവരിനിടുന്നത് എത്രയാണെന്നുള്ളത്. അതിൽ ലിസ്റ്റ് ഒന്നും ബാക്കി ആദ്യമായിട്ട് ലിസ്റ്റ് ഇട്ടത് ഞാൻ കൊറിയയിൽ നിൽക്കുമ്പോഴാണ് അവർ വിളിക്കുന്നത്. അതിൻ്റെ അങ്ങനെയാണ് തുടങ്ങിയത്. അതെ അതെ. ചൈനീസ് അല്ല, ഈ ഇതിൻ്റെ തന്നെ ഒരു ലേഡിയാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും നമ്പർ 1 ഫോർബ്സിൻ്റെ. അറിയുമോ? അവരാണ് കംപ്ലീറ്റ് ഇത് ചെയ്തത്. പക്ഷെ അവർ എല്ലാം കംപ്ലീറ്റ് നോക്കിയിട്ട് നമ്മൾ എല്ലാം കാണിക്കത്തില്ല. ഇപ്പം ഒരുവിധം ഇതിൽ പോവും. നമ്മൾ കൊടുക്കുന്ന മാത്രമേ അവർ കണക്ക് കൊടുത്തുള്ളൂ. അതൊരു ആഡിറ്റ് ചെയ്യും കറക്റ്റായിട്ട്. ഇപ്പോൾ അവരിട്ടത് ഈ പ്രാവശ്യം ഇട്ടത് 4.1 ഇത്ര വലിയൊരു ബിസിനസ് കമ്പനി ഉണ്ടാക്കിയിട്ട് RP ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബിസിനസ് കമ്പനിയാണ്. പക്ഷേ ഇത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലോ എവിടെ ലിസ്റ്റ് ചെയ്തില്ല. ഇന്റർനാഷണലോ ഒരു ടൈറ്റിലി ഫാമിലി കൺട്രോൾഡ് ഒരു ഇതാണ്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ പബ്ലിക്? അതുകൊണ്ട് ചെയ്യണമെന്നുണ്ട്, ചെയ്തിട്ടില്ല, ചെയ്തില്ല. ഇനിയും പുള്ളി ഇപ്പം ഞങ്ങൾ പുതിയ സൗദി ദുബായിൽ ഏറ്റവും വലിയ 1 മീറ്റർ വൈറ്റുള്ള ഒരു ബിൽഡിംഗ് പണിയാൻ പോകും. 1 മീറ്റർ ഏറ്റവും പുതിയ രീതിയിൽ അറ്റ്കിൻസ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്. ഇപ്പോൾ അടുത്ത 2 മാസം തുടങ്ങും. ഒരു 3 വർഷം കൊണ്ട് തരും. 300,000 അപ്പാർട്ട്മെൻറ്റ്. ആ അപ്പാർട്ട്മെൻറ്റ് ഓരോ നിലയിൽ ഓരോ പ്രത്യേക രീതിയിൽ. അത് 2 മാസം തുടങ്ങും. 3 വർഷം കൊണ്ട് പണി തീർക്കും. വലിയൊരു അച്ചീവ്മെൻറ്റാണ് അത് ചെയ്യുന്നത്. അല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ കമ്പനി? പബ്ലിക് ആവാനുള്ള പ്ലാൻ ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ഇല്ല. കാരണം വെച്ചല്ലേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് അന്യ ആൾക്കാരുടെ പൈസ വേണ്ട. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കെല്ലാം എങ്ങനെയും വാല്യൂ ഉണ്ടാക്കി ചെയ്യുന്നതാണ്. ഇതെങ്ങനെ പോകുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ അധ്വാനിക്കുന്ന പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളൊരിക്കലും മനസ്സുകൊണ്ടൊന്നും പറ്റിച്ച് എൻ്റെ പൈസ പോയെന്ന് പറയാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ മെയിൻ പോളിസിയിൽ കണ്ണീര് കൊണ്ട് ഒരു പൈസ ഉണ്ടാക്കാൻ പാടില്ല. ഒരാളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ പാടില്ല. കള്ളം പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് മനസ്സിൽ പറയുക. ഞാൻ ഇന്നാൾ മോന്തരം എൻ്റെ ഇത്ര പൈസ പോയി. ആ ഒരു പോളിസി ഉണ്ടാകും. സ്റ്റോക്കിൽ പോകാത്തത്. അത് ഈ കണ്ണീര് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു ചോദിക്കുക. കണ്ണീര് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ബിസിനസ്സിൽ എത്തിക്സിന് എത്രമാത്രം റോളുണ്ട്? ഞാൻ എത്തിക്സിലെ മെയിൻ നോക്കുന്നത് ഉറപ്പായിട്ട്. അതൊന്ന് പറയാമോ? അതായത് ഈ ഒരു എത്തിക്കൽ പൊസിഷൻ എടുക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു അനുഭവം പറയാമോ? ഒരു ബിസിനസ് രംഗത്ത് അങ്ങനെ പല ബിസിനസ്ക്ക് നഷ്ടപ്പെട്ടു. എത്തിക്ക് ഞാൻ ഇതുവരെ ബ്രൈബ് കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ടി വന്നിട്ടില്ല, കൊടുക്കണമെന്നിട്ടില്ല.
എന്തെങ്കിലും ആ രാജ്യത്തിന് പ്രശ്നം കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് കൊടുക്കും. വർക്ക് കിട്ടാൻ വേണ്ടി ഇതുവരെ ബ്രൈവ് കൊടുത്തിട്ടില്ല. ഈ ഇല്ലീഗൽ ബിസിനസ്, ഒരു ഇല്ലീഗൽ ബിസിനസ് ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇത് രണ്ടും ചെയ്തില്ല. മദ്യപാനം ചെയ്യാറില്ല. പിന്നെ ചിലപ്പം മീറ്റിങ്ങിൽ വൈൻ കുടിക്കാൻ പറ്റത്തില്ല. അത് കമ്പനീസൊക്കെ നമ്മളെപ്പോഴും യൂറോപ്പ്, അമേരിക്കയില്ല, അതൊരു പാർട്ട് ഓഫ് ദ ബിസിനസ്സാണ്, അല്ലാതെ ഇത് ഒന്നുമില്ല. ഇന്ന് വരെ ഈ അനറ്റിക്കായിട്ട് ഒരു നായ പൈസ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കത്തുമില്ല. സാധാരണ പറയുക എത്തിക്കലായി ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല എന്നാണ് പൊതുവെ നാട്ടിൽ പറയുക എല്ലാവരും. അതൊക്കെ ഒന്നുമില്ല. ഇപ്പം ടാറ്റ എത്തിക്സായിട്ട് ബിസിനസ്സാണ് ഇന്ത്യയിൽ. ടാറ്റ മാത്രം പറയാം, വേറെ ഒന്നുമില്ല. ഒന്നും കുഴപ്പമുണ്ടോ? പിന്നെ വിദേശത്ത് പല കമ്പനികളും അത് ഇപ്പം നമ്മൾ ഗൾഫിൽ ചെല്ലുമ്പം നമ്മൾ ഒപ്പിടണം എത്തിക്സ് പാടില്ലെന്നുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. എല്ലാ പ്രോജക്റ്റും നമ്മുടെ എംപ്ലോയീസിന് വരെ എത്തിക്സ് ബ്രൈവ് വാങ്ങാൻ പാടില്ല, ഒപ്പിട്ടിട്ടേ നമ്മൾ എംപ്ലോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പൊതു നിയമമാണ്. പക്ഷേ 100% ലീഗലായിട്ട് ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ബിസിനസ് ആണെങ്കിലും പൊളിറ്റീഷ്യൻസിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് കാശ് കൊടുക്കാണ്ട് ഇവിടെ ബിസിനസ് നടത്താൻ പറ്റില്ല. അതൊരു ബ്രൈബ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡൊണേഷൻ ആണ് നമ്മളതിന് പറയുന്നത്. പക്ഷെ അതും ഒരു രണ്ടുമൂന്നാണ്. അത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഇവിടെ. ഇപ്പം കുറച്ചിട്ടുണ്ട്, പഴയ പോലെ പണ്ടുണ്ട്. ഇപ്പം അത്ര ഒന്നും പറ്റില്ല. ഇപ്പം പുതിയ ഈ ടി വിയും ഈ ചാനലൊക്കെ വന്നപ്പോൾ ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ ഇപ്പം ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല, വളരെ അപൂർവം. ഇപ്പം എനിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത്തരം പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പുതിയൊരു സെക്ടറിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള അത്തരം ഡിമാൻഡ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? പലരും പറയും. ഇപ്പം നമ്മൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ പറയും, പലരും ബിസിനസ് പറയുമ്പോഴേ നമുക്കറിയാം അത് നല്ലതാണ് ചെയ്തത്. ഇപ്പോൾ ഇന്നലെ ഒരു വലിയ ഗ്രൂപ്പ് വന്നു, വലിയ ബിസിനസ് ചെയ്യണം പറയും. അത് ലോകത്ത് മൊത്തം ഈ ഗ്യാസ് എങ്ങനെ ഉണ്ടാക്കും. അപ്പം നമ്മളത് വേണ്ട എന്ന് വെക്കും. അപ്പോഴും നമ്മുടെ മനസ്സ് പറയും അത് വേണ്ട എന്ന്. ഈ പൈസ മാത്രമല്ല, എല്ലാം നമ്മൾ ചെയ്യുമ്പം മനസ്സമാധാനം വേണം. നമ്മൾ വയസ്സായി വരികയാണ്, എല്ലാം സ്വസ്ഥമായിട്ട് പോകണം. ഈ ബിസിനസ് പൊളിയാൻ ഒരു ഡീല് മതി, നമ്മൾ പൊളിഞ്ഞു പോകും, എല്ലാം ഉണ്ടായാലും. അപ്പോൾ അതില്ലാതെ നോക്കുക, ഉള്ളത് നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. ഒരു ക്രൂഷ്യൽ ബിസിനസ് ഡീല് സൈൻ ചെയ്യുന്നതിന് മുന്നേ താങ്കൾ എന്താണ് അതിൽ നോക്കുന്നത്? എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു നമ്മൾ ഫുൾ ലാഭം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാക്കാൻ പാടില്ല. ചില സമയത്ത് നമുക്ക് വർക്ക് കിട്ടാൻ വേണ്ടി ബ്രേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ തന്നെ പൈസ, ലോണല്ല, ബാങ്ക് ലോണല്ല, ഇതല്ല. അപ്പോൾ നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. വലിയ പബ്ലിക്കുള്ള കമ്പനി അവർ വർക്ക് കിട്ടാൻ വേണ്ടി ഈ കോമ്പറ്റീറ്റീവ് റേറ്റ് കുറച്ച് വർക്ക് എടുക്കാറുണ്ട്. അതവരുടെ ഷെയർ മാർക്കറ്റ് കൂടാൻ വേണ്ടിയാണ്. ഞാനത് ചെയ്യില്ല. ഒരു ബിസിനസ്സുകാരന് വേണ്ട, ഒരു നല്ല ബിസിനസ്സുകാരന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി സാർ ആദ്യം പറഞ്ഞു ട്രസ്റ്റ്. അതാണ് മെയിൻ. അതല്ലാതെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രസ്റ്റാണ് ആദ്യം. ഏത് ബിസിനസ് ട്രസ്റ്റ് അല്ലേ? ട്രസ്റ്റ് പോയാൽ പിന്നെ നടക്കത്തില്ല. ഇപ്പോൾ നമ്മളുള്ള കാണുമ്പോൾ ട്രസ്റ്റ് ചെയ്യണമെന്ന് തിരക്കിട്ടേ പോവുള്ളൂ. ഈ ട്രസ്റ്റിനകത്ത് എല്ലാം വരുമത്തില്ലേ? ആ ജീവിതത്തെ പറ്റി ബന്ധം, കമ്മിറ്റ്മെൻറ്റ് ആണ്. ട്രസ്റ്റും കമ്മിറ്റ്മെൻറ്റ് ഇത് രണ്ടും നോക്കണം. പിന്നെ ഏത് ബിസിനസ് തുടങ്ങുമ്പോൾ ആളെ പറ്റി കംപ്ലീറ്റ് പഠിക്കണം. ആരായാലും പഠിക്കും, എങ്ങനെയാണ്, എന്താണ്, പാളിച്ച് എവിടെ ഉണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പണ്ടൊക്കെ ഇല്ല, പറ്റും. അങ്ങനെയാണ് പോകുന്നത്. സാർ ആദ്യം പറഞ്ഞിരുന്നു കേരളത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരന് സാർ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഏത് ബിസിനസ് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് പറഞ്ഞ റിപ്പോർട്ടുണ്ട്, അത് ബേസ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ശരിക്കും പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. ആ പ്രോജക്റ്റ് ചിലപ്പം മറ്റ് സംസ്ഥാനത്ത് അല്ലെങ്കിൽ മറ്റ് രാജ്യം വിജയിക്കും, ചിലപ്പോൾ അത് കേരളത്തിൽ വിജയിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ തന്നെ പഠിക്കണം. റിപ്പോർട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ ഏത് രീതിയിലും റിപ്പോർട്ട് ഉണ്ടാക്കി തരും. എപ്പോഴും പോസിറ്റീവായിട്ടേ തരത്തുള്ളൂ, നെഗറ്റീവായിട്ടൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് കിട്ടത്തില്ല. പക്ഷേ അത് നമ്മൾ പഠിക്കുക, അറിവുള്ള ആൾക്കാരെ കൊണ്ട് കണ്ട് പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് ചെയ്യുക. ഏത് ഫാക്ടറി ലോകത്ത് എവിടെ ഉണ്ട്, ആ ലോകത്ത് പോയി എങ്ങനെ പോകുന്നുണ്ട്, എത്ര നാളെ പോകുന്നുണ്ട് നോക്കി പഠിച്ചിട്ടേ പോകും. ഞാൻ 8 വർഷം മുമ്പ് ചൈനയിൽ പോയിരുന്നു. അന്ന് കൊടക് ഫിലിം
ഉണ്ടാക്കുന്നത്. ആ ഫാക്ടറി പോയി, അത് ഫാക്ടറി എല്ലാം റെഡിയാക്കി $10 ബില്യൺ ഉണ്ടാക്കിയ ഫാക്ടറിയാണ്. അത് പണി തീർന്നപ്പോഴത്തേക്ക് ആ ഫിലിമിൽ തന്നെ പോയി. രണ്ടാമത് എനർജി, സോളാർ എനർജി, അത് ഈ ചൈന ആദ്യം ഉണ്ടാക്കി ആ പ്ലാന്റ് നിർമ്മിച്ച് ഇപ്പോൾ ആ ടെക്നോളജി മാറി ചീപ്പായിട്ട് കിട്ടി. അത് അടുത്ത ഞാൻ പോയി കണ്ട ഫാക്ടറി 2 എണ്ണം. ഈ ടെക്നോളജി ഏത് നിമിഷവും ബിസിനസ്സിൻ്റെ എന്താ ദോഷം വെച്ചാൽ ഏത് ദിവസവും മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ഏത് ദിവസവും. അതാണ് വ്യത്യാസം. നേരത്തെ അതില്ലായിരുന്നു. പലരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അമേരിക്കൻസ്, ബ്രിട്ടീഷ്, ജാപ്പനീസ്. ഏറ്റവും അഡ്മയർ ചെയ്യുന്ന ഏത് രാജ്യത്തെ ആൾക്കാരാണ്? അതെ, ഏത് രാജ്യത്തെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ജാപ്പാനീസാണ്. അതെന്താ കൾച്ചർ? അവരത്രയും കൃത്യനിഷ്ഠയും ആത്മാർത്ഥയും സത്യസത്യതയുള്ള ആൾക്കാർ ജാപ്പാനീസാണ്. ഒരിക്കലും അവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. വളരെ സിൻസിയർ, വളരെ ലോയൽ. അങ്ങനെയുള്ള കൊറിയൻസും അങ്ങനെ വരുന്നുണ്ട്. വേറെ ആരും പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവരെ പോലെയൊക്കെ അവിടെ ജോലി ചെയ്യാനും വളരെ ആത്മാർത്ഥമാണ്. നമ്മുടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ വിദേശ പഠനത്തിനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പോൾ. പുറത്ത് പോയി പഠിക്കുക, പിന്നെ അവിടെ സെറ്റിൽ ചെയ്യുക. അപ്പോൾ നേരത്തെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഈ ഹ്യൂമൻ റിസോഴ്സ് കിട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം കുട്ടികൾ ഈ നമ്മുടെ കോളേജ് ഒട്ടും മോശമല്ല. പുറത്ത് പോയ ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ പുറത്ത് പോയ ആൾക്കാരും ഇപ്പം നമ്മുടെ കൂടെ അമേരിക്കൻസും യൂറോപ്യൻസും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സ്വന്തം മനസ്സാണ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ പോകുന്നത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് സമയത്ത്. ഇപ്പോൾ അവിടെ ഇപ്പം ഈ MBA ആണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഇഷ്ടം പോലെ ആൾക്കാർ ലോകത്ത് മൊത്തം എക്സസ്സാണ് ലോകത്തെവിടെ. പക്ഷേ നമ്മുടെ IQ ഇപ്പോൾ കമ്പയർ ടു സൗദി ആൾക്കാർ വായിച്ചാൽ വളരെ കുറവാണ് എഞ്ചിനീയേഴ്സിൻ്റെ. എന്നുവെച്ചാൽ നമ്മുടെ മലയാളി എഞ്ചിനീയേഴ്സ് ആണോ സാർ ഉദ്ദേശിച്ചത്? മൊത്തം എഞ്ചിനീയേഴ്സിൻ്റെ പിന്നെ അത് യൂറോപ്യൻ അതാ എൻ്റെ ജപ്പാൻ IQൻ്റെ മാറ്റമുണ്ട്. IQ ആണല്ലോ ഇമ്പോർട്ടൻ്റ്. നമ്മളെക്കാട്ടിൽ IQ ആണ് ചൈനീസ്. അതാണ് മാറ്റം ഉണ്ടാകുന്നത്. എഞ്ചിനീയറിംഗ് സ്കിൽസിലാണോ സാർ? എഞ്ചിനീയറിംഗ് സ്കിൽസിലാണോ ഉദ്ദേശിച്ചത്? അതെ, അത് എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം മാത്രമാണോ എല്ലാ പൊതുവെ പറയാം എല്ലാത്തിനും. ഇപ്പോൾ ഈ അമേരിക്ക എക്സാം പിന്നെ ഒരു എക്സാമിൻ്റെ പേരുണ്ട്. ആ പേരിൽ നമ്മൾ ആൾക്കാർ വളരെ പിന്നിലാണ്. ഇപ്പം ചൈനീസാണ് നമ്പർ 1 പോകുന്നത്. അല്ല, ഈ പുറത്തു പോകുന്ന കുട്ടികൾ സ്ഥിരമായിട്ട് പറയുന്ന കേരളത്തിൽ താങ്കളിനെ പറഞ്ഞതുപോലെ എസ്കേപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടുക, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് കിട്ടുക, അതൊന്നും കേരളത്തിൽ ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഒരു സ്കൂളുണ്ട് ബഹറിൽ. അപ്പോൾ ഇവരെങ്ങനെയെങ്കിലും 10ാം ക്ലാസ് പാസ്സായ നേരെ അഡ്മിഷൻ പോകുന്നത് UK അല്ലെങ്കിൽ USA ഒരാൾ ഇവിടെ അപ്ലൈ ചെയ്യാറില്ല. 90% ആൾക്കാരും അവരങ്ങനെ സെറ്റില്ല. പിന്നെ ഇന്ത്യയിലേക്ക് വരില്ല. അവിടെ ചെന്നാൽ ജോലി ഇഷ്ടം പോലെ കിട്ടും. വെളിയിൽ പോയാൽ പാർട്ട് ടൈം ആയാലും ജീവിച്ചു പോകും. അതുകൊണ്ടാണ് പോകുന്നത്. ഏത് ജോലിയും ചെയ്യും. ഈ ഹോട്ടലിലും ബാർബർ ഷോപ്പ് എന്നും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കും. ധനലക്ഷ്മി ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ ഏതെങ്കിലും കേരള കമ്പനികൾ നമ്മൾ ബിസിനസ്സുകാർ എവിടെ നല്ല ചാൻസസ് ഉണ്ടോ, ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇത് ഒരു ദിവസേന കുറേ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ പുതിയതായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് ബിസിനസ് രംഗത്തിലോട്ട് വരുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ച് പേർക്കാണ് ഈ സക്സസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ബിസിനസ്സിൽ സക്സസ് ഉണ്ടാവുന്നത് എത്ര ശതമാനമാണ് ഹാർഡ് വർക്ക്, എത്ര ശതമാനമാണ് ഈ ബിസിനസ്? എല്ലാവരും ബിസിനസ് മൊത്തം ഈ ബിസിനസ് ഭയങ്കര റിസ്ക്കാണ്. റിസ്ക് ഉള്ളവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വാച്ച് നോക്കാൻ പാടില്ല. ഈ ബിസിനസ് 24 hours യുവർ ടൈം മസ്റ്റ് സ്പെൻഡ് എങ്ങനെ നടക്കുകയുള്ളൂ. ഇതിൽ ലക്ക് എന്തെങ്കിലും ഒരു ഫാക്ടറാണ്? അതുകൊണ്ട് ഭാഗ്യം എന്ന് പറയുന്നത്, ഞാനൊരു അസ്ട്രോളജിയിൽ വിശ്വസിക്കുന്ന ആളാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ ഓരോരുത്തർക്ക് ഈ ജീവിതത്തിൽ നല്ലതും ചീത്ത ടൈമുണ്ട്. ഇപ്പം ചില സ്റ്റാറുകാർ ബിസിനസ് ചെയ്താൽ വിജയിക്കും. സത്യം അതല്ല, അത് എനിക്ക് ഇപ്പോൾ എൻ്റെ ജാതകത്തിൽ 10 60 ഒരു ഡോക്ടർ ചെയ്തതാണ് ജാതകം. ഞാൻ നോക്കിയല്ലേ 98% പറഞ്ഞ കാര്യങ്ങളെല്ലാം ശക്തി കറക്റ്റാണ്. ഞാൻ എവിടെ ബിസിനസ് ചെയ്യും, അത് പറഞ്ഞിട്ടുണ്ട് എവിടെ പോകണം, അല്ല അങ്ങനെ നടക്കുകയുള്ളൂ. എൻ്റെ ഭരണി ചില വലിയ കമ്പനികളും
ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നത് രഹസ്യമായിട്ട് സ്റ്റാർ നോക്കിയിട്ടാണ്. അറിയാമോ അത്? ഗ്ലോബൽ കമ്പനീസ് ഇല്ല, ഇന്ത്യയിൽ പല വലിയ കമ്പനികളും പ്രധാനപ്പെട്ട തസ്തിയിൽ ആൾക്കാരെ എടുക്കുന്ന അവർ സ്റ്റാർ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് സ്റ്റാർ നോക്കിയിട്ട് നമുക്കറിയാവുന്നുണ്ട് അത് വെച്ചിട്ട് മാത്രമേ അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയുള്ളൂ. ഇന്ത്യയിൽ, കേരളത്തിലല്ല, ബോംബെയിലും ഡൽഹിയിലും പല കമ്പനികളും. നമ്മുടെ ഗ്രൂപ്പ് അങ്ങനെ നോക്കാറുണ്ട്. താങ്കളുടെ ഗ്രൂപ്പ് അങ്ങനെ ഇല്ല, ഞാൻ നോക്കാറില്ല, നമുക്ക് നോക്കാറില്ല. അല്ല, ആസ്ട്രോളജിയിൽ വിശ്വാസമുള്ള ആളായതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ വന്നുകൊണ്ട് ഇപ്പം നമ്മൾ കാര്യം നോക്കണ്ട, നമ്മൾ ഈ അടുത്ത വർഷം എങ്ങനെ പോകും നോക്കിയിട്ട് പോവുള്ളൂ. നമ്മൾ ഈ ലക്ഷക്കണക്കിന് ആളുടെ ജീവിതമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഞാനില്ലാതെ എങ്ങനെ അപ്പോൾ കമ്പനി നോക്കിയിട്ടേ പോകുള്ളൂ. ഞാൻ നോക്കാറുണ്ട്. ഞാൻ ഈശ്വരവിശ്വാസിയാണ്. ഈശ്വരവിശ്വാസിയാണ് നമ്മൾ പേടിക്കുന്നത്. സക്സഷൻ പ്ലാൻ ഉണ്ടാകും. അത് മോനുണ്ട്, മോളുണ്ട്, എല്ലാം കണ്ടി മുടിക്കര അവരെ ചെയ്തോളൂ. അപ്പോൾ ഇതങ്ങോട്ട് പാർട്ടി ചെയ്താൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല, പബ്ലിക് പൈസ ഇല്ല, ലോൺ വളരെ കുറവാണ്, ഈസിയായിട്ട് പോകും. ഈ ഓയിൽ ആൻഡ് എനർജി സെക്ടർ പോയിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും കുറവുണ്ടാകത്തില്ല. ഒന്നുമില്ല, നമുക്കറിയാവുന്ന പണി ചെയ്യുക. റിലാക്സ് ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും സമയം കിട്ടിയാൽ മൂവി കാണും. ഇപ്പോൾ മൂവി ഇല്ല, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സമയം കിട്ടിയാൽ രാത്രി അത് അവിടുത്തെ ടൈം 12 മണി 11 മണി കഴിഞ്ഞ് ഒരു 2 മണി വരെ. മലയാളം സിനിമയാണോ? മലയാളം ഇംഗ്ലീഷില്ല, കാണുന്നില്ല. സാറിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ്? എപ്പോൾ എണീക്കും? രാവിലെ കൃത്യം 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് ഇപ്പോഴാണ് ഇന്ത്യൻ ടൈം ആണെങ്കിൽ അവിടുത്തെ ടൈം 3 മണിക്കാണ്. അപ്പോൾ എത്ര മണിക്കൂർ ഉറങ്ങുക? ഇപ്പം കഷ്ടിച്ച് ഇപ്പം 4 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂർ. അപ്പോൾ ഇതിലറിയാം എത്ര ഉറങ്ങാൻ പറ്റുമെന്നുള്ള ദിവസം. ഈ വാച്ച് വരും ദിവസം എത്ര മണിക്കൂർ ഉറങ്ങുന്നത് അറിയാം. ഇത് നമ്മുടെ എന്തെല്ലാം നടക്കുന്നത് അറിയാം. ഇതിനകത്ത് വെച്ച് എത്ര മണി ഉറങ്ങിയെന്ന് ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഉറങ്ങിയ ഇന്നലത്തെ ദിവസം അറിഞ്ഞൂടാ. അല്ലേ, ഇങ്ങനെ എഴുതി വരും എത്ര മണിക്കൂർ ഉറങ്ങി, ഇന്നലെ അവിടേക്ക് നിങ്ങൾക്ക് ഇത്ര വേണം. ഉറക്കം മതിയോ സാർ? 3 മണിക്കൂറൊക്കെ മതിയോ? 3-4 മണിക്കൂറൊക്കെ ഉറക്കം മതിയോ? ഇല്ല, മിനിമം അവർ പറയുന്നത് ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങണമെന്നാണ്. പക്ഷേ ഉറക്കം സാഹചര്യം അനുസരിച്ചാണ്. 5-6 മണിക്കൂർ ഉറങ്ങിയാൽ അത് വരച്ചിന അത് കിട്ടാൻ പ്രയാസമാണ്. ഞാൻ എഴുതി വരും നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നതനുസരിച്ച് അതനുസരിച്ച് നോക്കുക. ഇത്ര സക്സസ്ഫുൾ ആയിട്ടും ഇനി ഒരു റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കണം എന്ന് അങ്ങനെ ഒരു ആഗ്രഹമില്ലേ? മരണം വരെ ജോലി ചെയ്യണം. അല്ല, എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ജോലിക്ക് വേണ്ടി മാത്രം, ലാസ്റ്റ് മിനിറ്റ് വരെ. അതാണ് എൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ എന്നെ റിട്ടയർ ചെയ്യാൻ പറ്റുന്നു. ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യണം, അങ്ങനെ ഒരു ലക്ഷ്യം വയ്ക്കാം? നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. എന്താണ് ഒരു ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത്? അതല്ല, മാക്സിമം ജോലിക്ക് നേരത്തെ 1 ലക്ഷം ആൾക്കാർ ജോലി കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 1.5 ഇനി ഒന്നുമില്ല. ഇത് തന്നെ നടന്നത് ഈശ്വരൻ്റെ കാര്യമാണ്. ആരെങ്കിലും ഒരു റോൾ മോഡലുണ്ടോ, ഇന്ന ആളിനെ പോലെ ആകണം എന്നാഗ്രഹിച്ച ഒരാൾ? ഇല്ല, എനിക്ക് എൻ്റെതാണ്, വേറെ ആരുമില്ല. പണ്ട് കൊച്ചുനാളാകുമ്പം അല്ല ആരുമില്ല. അന്ന് ബിസിനസ് കുറവായിരുന്നല്ലോ കേരളത്തിൽ. അല്ല, അന്ന് ഈ കമ്പനികളൊക്കെ നല്ലതാണ് ഉണ്ടാകും. ഏതാ ഇന്ന കമ്പനിയൊക്കെ നന്നായി വരണം എന്ന് മനസ്സ് വിചാരിച്ചിട്ടുണ്ട്. സാർ, ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള 2 ബിസിനസ്മാൻ, ഒന്ന് താങ്കളാണ്, ഒന്ന് യൂസഫ് അലിയാണ്. അതെ. യൂസഫ് അലി ആയിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? നല്ല ബ്രദർലി ബന്ധമാണ്, അല്ലാതൊന്നുമില്ല. ബിസിനസ് ബന്ധമില്ല, ബ്രദർലി ഉള്ള ബന്ധമാണ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ കേരള സംബന്ധിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ ഒരു അസറ്റാണല്ലോ ഈ എല്ലാ റോയൽ ഫാമിലിയായിട്ട് നല്ല അടുപ്പവും ഇതുകൊണ്ട് നല്ല ഇതാണ്. 2 പേരും സക്സസ്ഫുൾ ആണ്, വളരെ സക്സസ്ഫുൾ ആണ്. പേഴ്സണാലിറ്റീസ് തമ്മിൽ എവിടെയാണ് പൊരുത്തം, എവിടെയാണ് വ്യത്യാസം? ഞാൻ പറഞ്ഞാൽ ശരിയല്ലല്ലോ. യൂസഫ് അലി പിന്നെ എനിക്കറിയാൻ പറ്റും. 3ാമത് ഒരാൾ പറഞ്ഞല്ലേ, എങ്കിലേ പറയാൻ പറ്റുള്ളൂ. സാറിന് പണ്ട് കാറ് ഒരാൾ സൗദിയിൽ തരാൻ ഒരു മടി കാണിച്ചെന്ന് പറഞ്ഞു. അതെ. ഇന്നിപ്പോൾ സാർ വേൾഡ് ലിമിറ്റഡ് എഡിഷൻ 25 കാസിലൊന്ന് അത് ഈശാകാരൻ കിട്ടിയില്ല, ആരും കിട്ടിയിട്ടില്ല. ഇപ്പം എന്നാ കാർ വിറ്റാൽ അതിൻ്റെ 3 ടൈം പ്രൈസ് തരുന്ന ആൾക്കാരുണ്ട്.
സാർ അതൊരു ഫാൻസിയാണോ കാറ്? പിന്നെ അതുപോലെ തന്നെ ഈ ആൾക്കാർ നോക്കുക നിങ്ങൾ ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് സാധാരണ നോക്കുന്നത്. ഇപ്പം ഇനി ഇവിടെ ഈ അടുത്ത വർഷം തൊട്ട് ഇവിടെ വണ്ടികളുടെ വിലയായിരിക്കും യൂറോപ്യൻ എൻ്റെ പ്രൈസ് എൻ്റെ 50% കുറയും ടാക്സിൻ്റെ. ഇഷ്ടംപോലെ വണ്ടികളും ഈ ഏറ്റവും നല്ല വണ്ടികൾ മെർസിഡീസാണ്. സേഫ്റ്റി അതാണ് പ്രധാനപ്പെട്ടത്. പ്ലെയിനും ഹെലികോപ്റ്ററും അതിനോടൊക്കെ ഒരു താല്പര്യമുണ്ടോ? ഉണ്ട്. പ്ലെയിന് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ആരും വാങ്ങിച്ചാൽ യാത്ര സമയം ലാഭിക്കാനും സേഫ്റ്റിയും. ഇപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ എയർപോർട്ടിൽ പോയി 2 മണിക്ക് നിൽക്കേണ്ട, നേരെ പ്ലെയിനിൽ വന്ന് എയർപോർട്ടിൽ വന്ന് കഴിഞ്ഞ് പോരാം. അപ്പോൾ ഭയങ്കര സമയം ലാഭം. പിന്നെ പ്രൈവസി. ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് അവിടുത്തെ ആൾക്കാർക്ക് മലയാളികളോടും കേരളത്തോടുള്ള പൊതുവെ ഇന്ത്യയോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ടോ? വളരെ മാറ്റമുണ്ട്. അവർ വളരെ മാറ്റമാണ്. ഇന്ത്യ അവർ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നല്ല ആൾക്കാരാണ്, ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ ദുബായിലും അബുദാബിയിലൊക്കെ എല്ലാം കേരളക്കാരല്ലേ ഉള്ളൂ, ഇന്ത്യക്കാരല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ താങ്ക്സ് പറയേണ്ട ഈ ആദ്യം പാലസിലൊക്കെ ജോലി ചെയ്യുന്നത്, കിച്ചണിൽ ജോലി ചെയ്യുന്നത് കോഴിക്കോടുകാരാണ്. അവരാണ് ഈ ബേസ് നമ്മുടെ പണ്ടത്തെ കാലത്ത് ഷിപ്പിലൊക്കെ പോയി അപ്പോൾ അവിടെ ആ വിശ്വാസം അവരുണ്ടാക്കി. എൻ്റെ കുക്കും ഇതൊക്കെ ആയിട്ട് പണ്ട് ആ വിശ്വാസം ഉണ്ടാക്കിയാണ് നമ്മളിവിടെ പോകാൻ സാധിച്ചത്. ഒരുത്തം തെറ്റ് ചെയ്തെങ്കിൽ പിന്നെ നമ്മളെ കയറത്തില്ല അങ്ങോട്ട്. പറഞ്ഞ കറക്റ്റാണല്ലേ? അന്ന് ഈ അറബികളുടെ എല്ലാ വീട്ടുകളും ഗൾഫിൽ ഈ കോഴിക്കോട് സൈഡിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരാണ് ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ പാലസിലും അവർ പറയുന്ന വലിയ വാല്യൂ ആണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്ന വാല്യൂ ആണ് അവിടുത്തെ മെയിൻ ഇത് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. ഒരു സ്വന്തം കുടുംബം പോലെ അവർക്ക് അത്ര ആത്മാർത്ഥമുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് അത്ര ആത്മാർത്ഥതയാണ്. ഇപ്പോൾ ഇത് ഓവർ ദ ഇയേഴ്സിന് മാറിയിട്ടുണ്ടാവില്ലേ? അതെ, ഇത്രയും വർഷം കൊണ്ട് അത് മാറിയിട്ടുണ്ടാവില്ലേ? അതൊരു അങ്ങനെ അല്ലേ? ഇപ്പോൾ മലയാളികൾക്ക് പൊതുവിൽ നല്ല അക്സെപ്റ്റൻസ്, നല്ല ഏറ്റവും എല്ലാവരും ഇപ്പോൾ റിച്ചാണെന്നുള്ള ധാരണയാണ്. ഇപ്പം മുകേഷിനെയും പിന്നെ നമ്മുടെ ഇപ്പോൾ ആളാണ് എല്ലാ ധാരണയും. ഇപ്പോൾ മുകേഷിൻ്റെ കല്യാണമൊക്കെ ലോകം മൊത്തം ആഘോഷിച്ചില്ലേ. ഇപ്പം ഈ ഒരാളെ കൊണ്ടുവന്നു, സ്പോർട്സിൻ്റെ ഉണ്ടല്ലോ മെസ്സി. നമ്മുടെ ഞാൻ വാങ്ങിച്ചാലാണ് ഞാൻ പറഞ്ഞുതരാം. മെസ്സിക്ക് മുകേഷിൻ്റെ മോൻ കൊടുത്തത് $1.2 മില്യൺ വാച്ചാണ് ഒരു വീട്ടിൽ പോയി കൊടുത്തത്. അപ്പോൾ അതാണ് അന്ന് അയാളുടെ കല്യാണത്തിന് വന്ന ആൾക്കാർക്കെല്ലാം ഇതുപോലെ എക്സ്പെൻസീവ് വാച്ചാണ് കൊടുത്തത്. വന്ന എല്ലാവർക്കും. അപ്പോൾ അത് ലോകത്ത് മൊത്തം എല്ലാവർക്കും വലിയ ആൾക്കാർക്കെല്ലാം ഇയാളായി ഈ വാച്ച് എല്ലാവരും സപ്ലൈ ചെയ്തത്. അപ്പോൾ വലിയ വാല്യൂ ആയി. ഈ റിച്ചിൻ്റെ വാല്യൂ ഇതാണ്, പൈസ കൂടുതൽ ചിലവാക്കുന്നത്. മുകേഷ് അത്രയും ഇൻവെസ്റ്റ് ചെയ്തില്ല. അത് മുകേഷിൻ്റെ മകനും. ലോകത്തിലെ ബിസിനസിന്റെ ഒരു ജനറൽ സിനാരിയോ പറയാം. ലോകത്തിലെ പൊതുവെ ബിസിനസിന്റെ ഒരു സിനാരിയോയെ കുറിച്ചൊരു ചോദ്യമാണ്. അതായത് എല്ലായിടത്തും ഈ ചെറിയ യുദ്ധങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാറുണ്ട്, യുക്രൈൻ റഷ്യ വാറുണ്ട്, ഫലസ്തീനിലുണ്ട്. ഇത് ലോകത്തിന്റെ ഒരു ബിസിനസ് ഭൂപടത്തിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മൾ പേടിപ്പിക്കുന്നതാണ്. എന്താണ് ആർക്കും പറയാൻ എന്ത് പറ്റുമെന്നുള്ളത്. എല്ലാവരും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഈ സമയത്ത് ഇപ്പോൾ അമേരിക്കയും ഇറാനുമായിട്ട് വേറുണ്ടാകുമെന്ന് പറയുന്നു, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. മിഡിൽ ഈസ്റ്റ് പല കമ്പനികളും വലിയ റിച്ചസ്റ്റ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആണെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അമേരിക്ക ഷെയറിൽ. അത് ആരെങ്കിലും മാത്രമേ മാറ്റം ഉണ്ടാകുള്ളൂ. അപ്പോൾ വലിയ എമൗണ്ട് ആരും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഈ കാരണം കൊണ്ട്. ഇറാൻ അറ്റാക്ക് എന്നുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അതെ. അപ്പോൾ അതൊരു ത്രെട്ട് തന്നെയാണോ ഇൻവെസ്റ്റ്മെൻറ്റ്? നമുക്ക് ആരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു കമ്മിറ്റ്മെൻറ്റ് അയാൾക്കൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധ്യതയുണ്ട്, 90% സാധ്യത ഉണ്ട് അറ്റാക്ക് ഉണ്ടാവും. 90%, 10% ഉള്ളിൽ മാറ്റം ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുമോ? ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. എല്ലാത്തിനും റിസ്ക്. ഈ ബിസിനസ് എല്ലാം റിസ്ക്കാണ്. ഈ എമൗണ്ട് കൂടിയ ഏറ്റവും വലിയ റിസ്ക്കാണ്. ഇപ്പം നമുക്ക് 10,000-15,000 രൂപ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതെന്ന് ഇൻഷുറൻസും സ്കീമും എന്താ. ഇപ്പോൾ ഒരു വാറുണ്ടായി നമ്മൾ ഇത്രയും ആൾക്കാരെ പെട്ടെന്ന് പറഞ്ഞു വിടണം. പണ്ടത്തെ ഈ ഇറാൻ ഇറാഖ് വാർ വന്നപ്പോൾ
ഞങ്ങൾ ആൾക്കാരെല്ലാം വിടേണ്ടി വന്നു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ട്. ഒരു വാറുണ്ടായ ആൾക്കാർ വഴക്കുണ്ടാക്കി എത്രയും വേഗം നീ വീട്ടിലെത്തണം. വൻ നഷ്ടം ഉണ്ടാവും, ഒരു വാറുണ്ടാവും ഉറപ്പായിട്ട്. ഇതെല്ലാം ഒരു റിസ്ക്. ഇപ്പോൾ ഇത്രയും ആൾക്കാർ വേണമെങ്കിൽ എത്ര ഫ്ലൈറ്റ് വേണം അന്ന് ചാർട്ടർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ ടൈമിൽ എപ്പോഴും ഫ്ലൈറ്റിൻ്റെ ചാർട്ടർ ചെയ്യുന്ന റേറ്റ് കൂടിയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഈ അംബാനിയുടെ കല്യാണത്തിന് വന്നവർക്കൊക്കെ വാച്ച് കൊടുത്തു, അതുപോലെ തന്നെ ഭയങ്കര വലിയൊരു കല്യാണമായിരുന്നു. അതുപോലെ തന്നെ അതൊരു ഇതായിട്ട് വരികയാണ്, ഈ കാശുള്ളവർ ഭയങ്കരമായിട്ട് കല്യാണം സ്ഥലം. പക്ഷെ അതൊരു ദൂർത്താണെന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് നമ്മുടെ ഇതിൽ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് എന്തിനാ ചെലവാക്കുന്നത്, അതൊരു ഷോ ആണ്, വെറും ഷോ ആണ്. പേരെന്തുവാ? കിരൺ. ഒരാൾ ഈ നമ്മൾ ഈ നാട്ടിലുള്ള പണ്ട് ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുന്നത് അതാണത്. ഈ ഗിഫ്റ്റ് കൊടുത്താൽ അവർ തീർച്ചയായിട്ടും അങ്ങനെ, അപ്പോൾ അതനുസരിച്ച് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ, അല്ലാത്ത കൊടുക്കില്ല. ഈ ഇൻവിറ്റേഷൻ കൊടുക്കുന്ന അങ്ങനെ സാധാരണക്കാർക്ക് കിരണോ എനിക്ക് കിട്ടത്തില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം, അവർക്ക് ഇത് കൊടുക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വെളിയിലേക്ക് ഒരാഴ്ച ഒരു ടൂറ് ഇന്ത്യയിൽ അവിടെ വിട്ട് താമസിക്കുക, പല സമയത്ത് ഗിഫ്റ്റ് കൊടുക്കുക. ഇത് പേപ്പർ കാണും, അല്ലാതെ എത്ര വെച്ച് കൊടുക്കും, അങ്ങനെ വരുള്ളൂ. ഇതെല്ലാം ബിസിനസ്സാണ്. അല്ല, ബിസിനസ്സില്ലാതെ ആരും ഒരു ഗിഫ്റ്റ്, ഒരു വാച്ച് ആർക്കും കൊടുക്കില്ല. ഓയിൽ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ എന്താണ്? ഇലക്ട്രിക് കാറുകളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് ഒക്കെ വരുന്നുണ്ട്. എങ്കിൽ തന്നെയും എനർജിയായി ഇപ്പോഴും സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. ഇപ്പം ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉള്ളത് മിഡിൽ ഈസ്റ്റിൽ ഖത്തറാണ്. ഇപ്പം നമുക്കുള്ള അടുത്ത 10 വർഷത്തേക്ക് പ്രോജക്റ്റുകളുണ്ട്, ഇനിയും വന്നുകൊണ്ടേയിരിക്കുക. ഗ്യാസിന് ഹൈ ഡിമാൻഡാണ് ഇപ്പോഴും. ഇലക്ട്രിക് ഉണ്ടായി. ഇപ്പം യൂറോപ്പിലൊക്കെ ഗ്യാസ് ഇല്ലാതെ തീ എത്തിക്കാൻ പറ്റില്ല. അത് ഉണ്ടാവും, എത്ര വർഷം ഉണ്ടാക്കേണ്ടിയിരിക്കും. ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഒരിക്കലും നിൽക്കത്തില്ല. പെട്രോളിന് ചിലപ്പോൾ പറ്റില്ല, പക്ഷേ ഗ്യാസ് വേണ്ടി വരും. അവിടെയൊക്കെ ഈ പറയാൻ പറ്റില്ല, ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപയുടെ ഗോൾഡ് ഡെപ്പോസിറ്റ് ഉണ്ട് സൗദിയിലൊക്കെ, ഇഷ്ടം പോലെ. ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരിക്കലും ഗൾഫിൽ മാറ്റം ഉണ്ടാവില്ല. ഇഷ്ടം പോലെ പല മൊത്തം ഗോൾഡ് റിസർവ് ആണുള്ളത്. ഇപ്പോൾ പുതിയ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പുതിയത് ഇപ്പോൾ കഴിഞ്ഞ മാസം $50 ബില്യൺ റിസർവ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇത് സൗദിയിൽ മാത്രം. അതുപോലെ ഇറാനിലും ഉണ്ട് ഇഷ്ടം പോലെ ഗോൾഡ് റിസർവ്. ഗൾഫ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും, കാരണം ഗൾഫ് ഗൾഫ് ഇമ്പ്രൂവ് ചെയ്യും ഉറപ്പായിട്ട്. ഇപ്പം ഈ ദുബായിലെ ഒരു വീട് കിട്ടാനില്ല, കംപ്ലീറ്റ് അമേരിക്ക, യൂറോപ്പ് ആൾക്കാരെല്ലാം ഷിഫ്റ്റ് ചെയ്യുക ദുബായിലേക്ക്. എന്ന് വെച്ചാൽ സേഫ്റ്റി നല്ലത്. പിന്നെ ടാക്സ് ഇല്ല. ഈ ഇന്ത്യയിലെ എല്ലാ റിച്ചസ്റ്റ് ആൾക്കാരും താമസിക്കുന്നത് ദുബായിലാണ്, അല്ലെങ്കിൽ അവരുടെ ഓഫീസ് ദുബായിലാണ്. ലോകത്തിൻ്റെ തന്നെ ഒരു ഖജനാവാണല്ലേ മിഡിൽ ഈസ്റ്റ്. വിശ്വസ്തയാണ്. എത്ര വേണമെങ്കിലും ഇപ്പം നമുക്കൊരു നമ്മളറിയാം പൈസ വേണം, ഇപ്പോൾ വേണം ഇവിടെ പെട്ടെന്ന് അയച്ചു തരും. ആ വിശ്വസ്തയാണ്. ഒരിക്കലും ഗൾഫിലെല്ലാം ഇനി ഫുൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകത്തേ ഉള്ളൂ, എല്ലാ സ്ഥലത്തും. അവിടെ ഒരു വീടിന് ഈ മുകേഷിൻ്റെയൊക്കെ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടല്ല, ഒരു 1000 മില്യൺ ദിർഹം, 1000 × 25 അത്രയാവും വരുന്നുണ്ട്. അവരുടെ ഹെലികോപ്റ്ററിൽ പോലും താമസിക്കും, പോവും. ഓയിൽ ഇൻഡസ്ട്രി തന്നെയാണോ ഇനി അങ്ങോട്ട് റൂൾ ചെയ്യാൻ പോകുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം ഇപ്പം അമേരിക്കൻ ഗവൺമെൻറ് തീരുമാനിക്കുക എന്താ വേണമെന്ന്, അതനുസരിച്ച് ലോകം പോകുന്നത്. വേറെ ആർക്കും ഒന്നുമില്ല, അവർ തീരുമാനിക്കുക എന്താ വേണം അല്ലേ. അപ്പോൾ അവരിതെടുത്തു, ഇനിയിപ്പം വേണം ഇത് പല രാജ്യങ്ങളും വിചാരിച്ചാൽ അപ്പം എടുത്തിരിക്കും. അവർ ചോദിക്കും, പണ്ട് ഈ ചൈനയോ റഷ്യ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ ഇത് നടക്കുമോ? അയാൾ ബിസിനസ് മാനാണ്, അല്ല ഈ ട്രംപ്. ആ ബിസിനസ്സാണ് മെയിൻ. നമുക്കറിയാം, അയാളുടെ മകന് ഞാൻ നല്ല എളുപ്പമാണ്, ബിസിനസ് വളരെ എളുപ്പമാണ്. അവർ ഡീൽ ചെയ്താൽ വെരി ഈസി ബിസിനസ്, ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റും. ഞാനോ നമ്മൾ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക അല്ലേ. പൊളിറ്റീഷ്യൻ്റെ ഉദ്ദേശമല്ല, നമ്മൾ ഇത്രയും ആൾക്കാരെ കുടുംബത്തെ സഹായിക്കാൻ പറ്റും, അതാണ് ഏറ്റവും വലിയ സന്തോഷം.
സാർ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു എന്താ ഒരു ചെറുതിലെയുള്ള തീരുമാനത്തിന്റെ ഭാഗമാണോ ഇങ്ങനെ സഹായിക്കണം? നമ്മളറിയില്ലേ എത്ര ആൾക്കാർ പ്രയാസപ്പെടുന്നു കല്യാണത്തിൻ്റെ കാര്യം, എത്ര ആൾക്കാർ. ഞാൻ കണ്ടത് അന്ന് എങ്ങനെയാണ്, ഞാൻ 1000 കുട്ടികൾക്ക് പയ്യനെയും കണ്ടുപിടിച്ച് കല്യാണം നടത്തി. ഏത് വർഷമെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല. ഒരു സന്തോഷം. പക്ഷേ ആ സന്തോഷം അവരിൽ നിന്ന് റിട്ടേൺ ഒന്നും കിട്ടാൻ നോക്കത്തില്ല, ഒരു ടാങ്ക് വരത്തില്ല. നമ്മൾ ചെയ്യേണ്ട നമ്മൾ എത്രയാണ് ഈ കഷ്ടപ്പെടുന്ന എത്ര ആൾക്കാർ. നമ്മൾ പറയുന്ന ഈ റിച്ച് ആൾക്കാരെ അറിയാം, പൂർ ആൾക്കാരെ നമ്മൾ പേരറിയാൻ പറ്റുമോ? ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ എത്ര സഹായിക്കുന്നത് നമ്മുടെ ഒരു സന്തോഷം. സാർ ഇങ്ങനെ ഈ കഷ്ടപ്പാട് നേരിട്ട് കണ്ടിട്ട് അങ്ങനെ ഒരു മനസ്സിൽ വന്നതാണോ? ഞാൻ 8-9 വയസ്സപ്പം പാടത്ത് ജോലിക്ക് പോകുന്നു പറയില്ലേ. അപ്പം ഈ ഓരോ പാടത്തും 10-20 ആൾക്കാർ ജോലി കണ്ട് പെണ്ണുങ്ങളത്. അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ പറയും എന്തൊക്കെയാണ്. ഈ കളപറിക്കാനും പോച്ചോരി നെയ്യുന്ന എല്ലാം ലേഡീസാണ്. എല്ലാം ഇവരും ഒരു കൊച്ചൊറ്റ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ മക്കൾ. അപ്പോൾ അവർ അവരുടെ പ്രയാസങ്ങൾ പറയും, ഒരു വീട്ടിലാത്ത പ്രയാസം എന്തൊക്കെയാണ്. ഈ ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരില്ല, അന്നുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഇഷ്ടം പോലെ പൈസയൊക്കെ ആയി, വീടൊക്കെ വെച്ച്. ഇപ്പോഴും ഉണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. സാർ ഈ AI വന്നിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ആളെന്ന നിലയിൽ ചോദിക്കുകയാണ്, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് അവരോടൊരു പീസ് ഓഫ് അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ സാർ എന്താ അവരോട് എങ്ങനെ എക്വിപ്ഡ് ആവണം എന്നാ പറയുക? ഈ AI ഒരിക്കലും കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. എത്ര വിത്തിൻ നോ ടൈം എല്ലാം കിട്ടുന്നില്ലേ. പക്ഷെ അത് സ്വന്തമായിട്ട് ഈ ട്രേഡ് മാറുക, എഞ്ചിനീയറിംഗ് ഇതല്ലാതെ ഇനി ഒന്നും പറയാൻ പറ്റില്ല. അത്ര മാറ്റം ഉണ്ട് AI. ഇപ്പോൾ എല്ലാ ഓഫീസിലും AI തന്നെ കംപ്ലീറ്റ്. അത് കൂടത്തേ ഉള്ളൂ, കുറയില്ല. അഡ്വൈസ് എന്ന് വെച്ചാൽ മറ്റേ ടെക്നിക്കൽ ട്രേഡ് പഠിക്കുക, അതാണ് ഏറ്റവും മെയിൻ. ഇലക്ട്രോണിക്സ് പോയി കഴിഞ്ഞു. ടെക്നിക്കൽ പോയെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഇദ്ദേഹം ചോദിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കുകയാണ്. അതായത് നമ്മൾ ഈ വളരെ നല്ല ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പൊതുവിൽ പറയപ്പെടുന്ന ഒരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൽത്തിൻ്റെ ഒരു സിംഹഭാഗവും കുറച്ച് പേരുടെ കൈകളിലായിട്ട് വരികയും എന്നാൽ വലിയൊരു വിഭാഗം മറുവശത്ത് വളരെ പാവപ്പെട്ടവരായി ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഇനീക്വാലിറ്റി ഉണ്ട്. ഉണ്ടാച്ചാൽ ഈ വെൽത്ത് എങ്ങനെ ഉണ്ടാകുന്നു? ആരും കൊണ്ടു കൊടുക്കുന്നില്ല, അവരുടെ സ്വന്തം പരിശ്രമം കൊണ്ടാണ്. മുകേഷിൻ്റെ അച്ഛനും പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുകയായിരുന്നു, അറിയാമല്ലോ. അങ്ങനെ ഇപ്പം ഈ അദാനി ഞാൻ അറിയുന്നതാണ്, ഒന്നുമില്ല തുടങ്ങിയത്. നമ്മളെപ്പോഴും 2 പ്രദേശം ഒരാൾ എപ്പോഴും ജയിലിലായിരുന്നു. അത്ര ഇതായിരുന്നു. അവിടെ അധ്വാനവും റിസ്ക് എടുക്കാനുള്ള കഴിവ് കൊണ്ട് മാത്രമാണ് അതായത്. പിന്നെ പൊളിറ്റിക്കൽ സപ്പോർട്ടും. ഈ പൈസ നമ്മൾ വെറുതെ ചെയ്യില്ല. അവരുണ്ടായിട്ട് എത്ര ആൾക്കാർ, എത്ര കുടുംബം രക്ഷപ്പെടുന്നു. മറ്റുള്ളവർ അതനുസരിച്ച് ചെയ്യുന്നില്ല, അതാണ് കാരണം. ബിസിനസ് തുടങ്ങിയ എല്ലാ ആൾക്കാരും താഴെ തുടങ്ങിയതാണ്. കുടുംബമുള്ള ആൾക്കാരും ബിസിനസ് ഉണ്ടോ? ആരുമില്ല. പണ്ടുണ്ടായിരുന്നു. സ്വന്തം പൈസ കൊണ്ട് എല്ലാവരും റിച്ചായത്. സാർ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സപ്പോർട്ട് എത്രമാത്രം ക്രൂഷ്യലാണ്? എവിടെ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഒരു ബിസിനസ്സുകാരൻ്റെ ഇവിടെ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഏത് ഇതായാലും ഗൾഫിലുണ്ട്. ഇവിടെ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇല്ലാതെ നോക്കില്ല. ഗവൺമെൻറ് സപ്പോർട്ടില്ല ഒരു ബിസിനസ് നടക്കില്ല. ഈ പൊളിറ്റിക്കൽ സപ്പോർട്ടില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഒരു അപ്രൂവൽ കിട്ടത്തില്ല. നമ്മൾ പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ പറയുന്ന ഒരു കാര്യം, ഗൾഫ് മണിയിലേക്കുള്ളൊരു ആക്സസ് ഉള്ള ഒരാൾക്ക് മാത്രമേ കേരളത്തിൽ ഒരു ടോപ്പ് ലെവലിൽ എത്താൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അത് ഞാൻ പറയാം, എനിക്ക് തോന്നുന്നില്ല. ഈ ഗൾഫിലുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളൂ. അവരുടെ കയ്യിൽ പൈസ ഉള്ളൂ, അതാ കാരണം. ഗൾഫിലുള്ള പൈസ കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അവർ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ബിസിനസ് വിജയിക്കുന്നത്. ബിസിനസ് അല്ല, പൊളിറ്റിക്കൽ ഇതിൽ ലാഡറിൽ വളരണമെങ്കിൽ ഗൾഫ് മണിയിലേക്ക് ഒരു ആക്സസ് ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറയാറുണ്ട്. ഇത്രയും മനോഹരമായ ഒരു സംസ്ഥാനം അല്ലേ. അപ്പം നമുക്ക് പറ്റിയത് ഈ IT മേഖല മാത്രമേ ഉള്ളൂ, പിന്നെ ടൂറിസവും. ഈ 2 ബിസിനസ്സും നോക്കാൻ മഴക്കും. ഇപ്പം പറഞ്ഞു ഞാൻ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ ഈ അപ്രൂവൽസ് അത് വളരെ ഈസി ആക്കണം.
ഏത് പ്രോജക്റ്റിൻ്റെ അപ്രൂവൽസ്. ഇവിടെ മാക്സിമം ഒരു വർഷം തൊട്ട് 3 വർഷം വരെ ഡിലേ ആകും. അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഇതാണ്. അതേസമയത്ത് നമ്മൾ ഈ ബിസിനസ് ഓസ്ട്രേലിയയിലോ സൗദിയിലോ ദുബായ് തുടങ്ങിയാൽ വിത്തിൻ നോ ടൈം കൃത്യസമയത്ത് തന്നെ അപ്രൂവൽ കിട്ടും. അതാണ് മെയിൻ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഗൾഫിലും യൂറോപ്പിലും ഈസിയായിട്ട് റൂള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിബറലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കേരളത്തെക്കാട്ടിൽ കൂടുതൽ ഗൾഫിലും യൂറോപ്പിലുമാണ്. ഇവിടുത്തെ നിയമം അനുസരിച്ചാണ്. ഹറാസ്മെൻ്റ് ഇല്ല. ഹറാസ്മെൻ്റ് ഉണ്ട്. മന്ത്രിമാരൊന്നുമല്ല, ഉദ്യോഗസ്ഥരിൽ നിന്നും. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ മാറ്റം ഉണ്ടാകുന്നത്. ആ മാറ്റം മാറിയാൽ ഇഷ്ടം പോലെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാൻ പറ്റും. ഉണ്ട്. ഉടനെ വരും. എന്താ ഇതിൻ്റെ വ്യവസായം ചെയ്യുക, ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ ഇത് അപ്പോഴേ തുടങ്ങും ആൾക്കാർ. അതൊന്നും തുടങ്ങിയല്ലോ ഒന്ന്, അതുകൊണ്ടാണ് പറയാത്തത്. ഹോട്ടൽസും കൺവെൻഷൻ സെൻറ്ററും, നല്ലൊരു കൺവെൻഷൻ സെൻറ്റർ ട്രിവാൻഡ്രത്ത് വരും. നല്ലൊരു പുതിയ സൂപ്പർ ഹോട്ടൽ കൊണ്ട് ട്രിവാൻഡ്രത്ത് വരും. അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് പല വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ഒരു സമയം കഴിഞ്ഞാൽ ഇവരുടെ വെൽത്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഗീവ് അവേ, പ്ലഡ്ജ് ഒക്കെ ചെയ്യും. സാറിന് ഇവിടെ CSR കുറേ ഫിലാന്ത്രോപ്പി സ്കോളർഷിപ്പ്, സാറിൻ്റെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്ലാൻസ്? പല പ്ലാനുണ്ട്. ഇപ്പം തന്നെ ഈ അടുത്ത 11-ാം തീയതി ഇങ്ങനെ 10 കോടി രൂപ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. 10 കോടി രൂപ 1500 കുട്ടികൾക്ക് ഗവൺമെൻറ് തന്നു. അത് അടുത്ത 50 വർഷത്തേക്ക് 500 കോടി രൂപ ഞാൻ മാറ്റി വെച്ചിരിക്കുക. 500 കോടി രൂപ അടുത്ത ഈ 50 വർഷം എഡ്യൂക്കേഷന് വേണ്ടി കമ്പനി ബന്ധമുള്ള എല്ലാ വർഷവും 10 കോടി കൊടുത്തിരിക്കും. അത് തുടക്കം ഈ അടുത്ത മാസം 11-ാം തീയതി. ചെയ്യുന്നത് ഗവൺമെൻറ്റുമായിട്ട് ചെയ്യുന്നത്. ഈ നോർക്ക അവർ ആളിനെ സെലക്ട് ചെയ്യും ഗവൺമെൻറ്റിൽ. അത് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യും നമ്മളാണ്. അത് നോക്കിയിട്ട് അത് കറക്റ്റായ ആൾക്കാർക്ക് കൊടുക്കാൻ പോകും. ഇപ്പോൾ ആദ്യം 10 ഫസ്റ്റ് തുടക്കമാണ്. ഈ 11-ന് ഇപ്പോൾ 1500 കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് സ്കൂൾ കുട്ടികൾക്കാണോ അല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണോ? സ്കൂളിൽ കുട്ടി മാർക്ക് കിട്ടിയും മാർക്കില്ലാത്ത ആൾ 3 കാറ്റഗറി, സ്കൂളും കോളേജിലും. ലോക കേരള സഭ കൊണ്ട് കേരളത്തിന് എന്ത് പ്രയോജനമുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും പറയാനുണ്ടായിട്ടുള്ളൂ. എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? ഈ പറഞ്ഞില്ല, ഇപ്പം 125 രാജ്യങ്ങളിലെ ആൾക്കാരെ കൂടുമ്പോൾ അവർ ഓരോരുത്തരിപ്പം എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരുപാട് സഹായിക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിലും ബിസിനസ്സിനും എംപ്ലോയ്മെൻറ്റിനും. അതാണ് എൻ്റെ മെയിൻ. അതൊരു നമ്മളെ വിലയിരുത്തൽ നടത്താറുണ്ടോ? അതിൽ എന്തുതരം മാറ്റമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റുകൾ നടന്നിട്ടുണ്ടോ? എല്ലാം ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുള്ള എല്ലായിടത്തും. ഇപ്പോൾ ഈ അവർ തമ്മിലൊരു യൂണിറ്റിയായി. ഇപ്പോൾ അവിടെ അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അപ്പോൾ അവർ സഹായം എത്തിക്കുക, ഒരു നല്ല കാര്യം ചെയ്തു. താങ്കൾ ഓർക്കുന്നുണ്ടാകും, ഈ ലോക കേരള സഭ നമ്മുടെ കഴിഞ്ഞ ഇടത് ഗവൺമെൻറ് കൊണ്ടുവരുന്ന സമയത്ത് വലിയ ക്രിറ്റിസിസമായിരുന്നു. കാരണം അനാവശ്യമായി കാശ്. ഇല്ല, ഇപ്പോൾ ഈ വരുന്നവർക്കെല്ലാം ഫുഡ് കൊടുക്കുന്നത് നമ്മൾ ഫ്രീ ആയിട്ടാണ്. ഈവൻ എനിക്ക് തോന്നുന്നു താങ്കളുടെ ഹോട്ടൽ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടും ആദ്യത്തെ അത് നമ്മളത് ഫുഡ് കൊടുത്തത് എല്ലാവർക്കും പൈസ വാങ്ങുന്നുണ്ടോ? എല്ലാ വരുന്ന ആൾക്കാർക്കെല്ലാം 3 തവണ ഫുഡ് കോംപ്ലിമെൻറ്റാണ് നമ്മളുണ്ടാക്കി കൊടുക്കുക. ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക. നമ്മുടെ ഗസ്റ്റായിട്ടാണ് എല്ലാവരും ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് അവർ ഗവൺമെൻറ് പറഞ്ഞിട്ടാണ് ഫ്രീ ചാർജ് ചെയ്യുന്നില്ല. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ ലീല പാലസിൻ്റെ ടേക്ക് ഓവറുമായിട്ട് ബന്ധപ്പെട്ട് 2018-19 സമയത്താണ് ഗവൺമെൻറ് തീരുമാനം എടുക്കുന്നത്. അതിൻ്റെ കറണ്ട് സ്റ്റേറ്റസ് എന്താണ്? അതിലെ കോൺട്രവേഴ്സീസ് അല്ല, നമ്മളിത് അവർ തന്നതല്ല. സുപ്രീം കോടതിയിൽ പോയി ഹോട്ടലിൻ്റെ ബിസിനസ് എല്ലാം കിട്ടില്ല, അതുകൊണ്ടാണ് കിട്ടിയത്. അല്ല, പക്ഷേ കോടതിയുടെ നിർദ്ദേശം വന്നിട്ടും ഏറെ വർഷം കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതെ, കോൺട്രവേഴ്സി ഉണ്ട്, അതുകൊണ്ട് പേടിച്ചാണ്. അല്ല, അന്ന് VS ഉൾപ്പെടെയുള്ള ആൾക്കാർ സർക്കാർ അത് ചെയ്യരുതായിരുന്നു, സർക്കാർ അതിൻ്റെ കസ്റ്റോഡിയൻഷിപ്പ് നിർത്തേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ വാങ്ങിച്ചത് അതിന് മുമ്പാണ്. അല്ല മറ്റേ ലീല കൃഷ്ണരംഗങ്ങളുള്ളപ്പോഴാണ് അങ്ങനെ പേര് കേസ് കൊടുത്ത് തേങ്ങാട്ടെന്ന് പറഞ്ഞു. ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയ പ്രശ്നം ഉണ്ടാകില്ല. ഇപ്പോഴും ഇതിന്റെ കസ്റ്റോഡിയൻ റൈറ്റ് ഗവൺമെന്റിന് തന്നെയാണോ? അല്ലല്ല, നമ്മുടെ പേരിലാണ്. കംപ്ലീറ്റ്ലി നമ്മുടെ ഗവൺമെന്റിന് പ്രത്യേകിച്ച് റൈറ്റ്സ് ഒന്നുമില്ല. പ്രോപ്പർട്ടിയിലും ഒന്നുമില്ല. ഇത് അവരുടെ ഇല്ല. സുപ്രീം കോടതി ചൂടെന്ന് പറഞ്ഞത് ഇത് ITDC വാങ്ങിയാണ്. ഗവൺമെൻറ്റിന് മൊത്തം പൈസ ITDC കൊടുത്തിട്ട് വാങ്ങിയതാണ്.
ITDC വിലയായിരുന്നു അന്ന്. അത് ITC നിന്നാണ് നമുക്കല്ല മറ്റേ ഇവർ കൊടുത്തത്, ഗൾഫാറിന് കൊടുത്തത്. നമ്മുടെ നല്ല ഗൾഫാർ ഗ്രൂപ്പിന് പോകുന്നു. ഇല്ല ഇല്ല, ദെൻ നമ്മൾ ഗൾഫാർ ഗ്രൂപ്പിൽ നിന്ന് ഗൾഫാറിൽ നിന്നൊക്കെ ലീലേക്ക് കിട്ടി. ലീലയിൽ നമ്മൾ വാങ്ങില്ല. അതാണ് ഈ 2016-17 സമയത്ത് ക്യാബിനറ്റ്. അതെ അതെ അതെ. നിലവിൽ അതിൽ വേറെ ഒന്നുമില്ല. അന്ന് വലിയ ചർച്ചയായിരുന്നു. താങ്കൾക്ക് അറിയായിരിക്കും, അന്ന് പ്രതിപക്ഷവും ഭരണപക്ഷത്തെ ചിലരും ഒക്കെ വലിയ ക്രിറ്റിസം ഉയർത്തിയതായിരുന്നു. ഗവൺമെന്റ് പ്രോപ്പർട്ടി അടിയറവ് വെച്ചു, അതിനെതിരെ ലീഗൽ ഫൈറ്റ് നടത്തി. അതൊരു അറിവില്ലാത്തൊരു പറയുന്നതാണ്. ഇത് ITDC അന്നത്തെ മാർക്കറ്റ് വില കൊടുത്ത് വാങ്ങിയതാണ്. ITDC നിന്ന് ഗൾഫാർ അത് ഓഷം വെച്ചു. ഇതല്ല പല ഹോട്ടൽസും അങ്ങനെ ഗൾഫാർ വാങ്ങിയതാണ്, ഫുൾ റൈറ്റോടു കൂടി. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് വിധി കിട്ടും, സുപ്രീം കോടതിയിൽ നിന്ന്. ഇത്രയും വർഷത്തെ ബിസിനസ് ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇവിടെ നിങ്ങളുടെ ബിസിനസ് ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? എല്ലാം നേടേണ്ടതൊക്കെ നേടിയെന്ന് തോന്നുന്നുണ്ട്, ഒരു സമാധാനം, സന്തോഷം? ഇത് നേടാൻ വേണ്ടിയല്ല, സന്തോഷത്തിന് വേണ്ടിയാണ്. ഏത് ബിസിനസ്സും സന്തോഷത്തിന് വേണ്ടിയാണ്. ഞാൻ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിലൊക്കെ ലോകത്ത് സഹായിക്കാൻ പറ്റും, അവരുടെ കുടുംബത്തെ സഹായിക്കാൻ പറ്റും. അതിൽക്കുള്ള എന്താ വേണ്ടിയത്? ഒരാൾക്ക് എത്രയും ചെയ്യാമെങ്കിൽ അത് ഏറ്റവും നല്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് എത്ര പൈസ ബാങ്കിലുണ്ടെന്ന് ഞാൻ നോക്കാറില്ല, ഞാൻ കടക്ക് വിട്ടിട്ടില്ല. അതെ അതെ അതെ. എനിക്ക് തിരുപ്പതി അറിയുണ്ടായിരുന്നു. ഞാൻ സൗദി പോയി ആദ്യത്തെ വർഷം സിംഗപ്പൂരിൽ ഒരു മീറ്റിങ്ങിന് പോയി. അപ്പം ഞാൻ പോകുമ്പോൾ ഒരു സ്വർണ്ണക്കടയിൽ ഇത് പൂജിക്കുന്നു. എന്താണ് അത്? ചൈനീസാണ്. അമ്പലത്തിൽ പൂജിക്കുന്നുണ്ട്. അമ്പലം അവരുടെ കടയിൽ ഈ കട തുറക്കുന്നത്. അപ്പോഴാണ് തിരുപ്പതി. അങ്ങനെയാണ് ഈ തിരുപ്പതി പോയത്. അന്ന് മുതൽ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ അന്ന് തിരുപ്പതിയില്ല. അപ്പം എല്ലാ വർഷവും ഈ സെപ്റ്റംബർ 2 ഞാൻ തിരുപ്പതി പോയിരിക്കും. അതൊരു വിശ്വാസമാണ്. അത് ഗുരുവായൂർ വരുമ്പോൾ സമയം കിട്ടുമ്പോൾ. ഈശ്വരനില്ലെങ്കിൽ നമ്മളാരും ഒന്നുമില്ല. ഈശ്വരൻ ഒരു വിശ്വാസം നമ്മൾ, അതാണ് അതിൻ്റെ മെയിൻ കാരണം. പക്ഷെ അതുകൊണ്ട് ഇതുവരെ യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ആ വിശ്വാസം കൊണ്ട് ഈ ഈശ്വരനെ വിശ്വസിച്ചുള്ള ദോഷം വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് കള്ളം പറയാൻ പറ്റില്ല. പറയുമ്പോൾ ഈശ്വരൻ എന്താ വിചാരിക്കുന്നില്ലേ, ഒരു പേടിയുണ്ടാവും. ഒരു ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ആരെയും പിടിക്കത്തില്ല. സാർ ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ വളർന്ന ഒരാളാണ്. അതെ. ആരോടെങ്കിലും കടപ്പാടുണ്ടോ? ഈശ്വരനോട്. പിന്നെ ആ കടപ്പാട് അങ്ങനെ എനിക്ക് തോന്നുന്നത്, ഈ ഏത് ബിസിനസ്സും ആരും ചെയ്യും, നമുക്ക് സ്വന്തമായിട്ട് നമ്മൊരു ഡിറ്റർമിനേഷൻ വേണം, നമ്മൾ ചെയ്യുമെന്ന്. പിന്നെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ആർക്കും വിജയിക്കാം, ഏത് ബിസിനസ്സും വിജയിക്കാം. ഇപ്പോൾ നമ്മുടെ നടക്കുന്ന പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നത് എങ്ങനെ അവനെ പറ്റിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്ന ആൾക്കാർ പലയിടത്തും ഉള്ളത്. നമ്മൾ സ്റ്റേറ്റായിട്ട് ബിസിനസ് ചെയ്താൽ ഒരിക്കലും പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നഷ്ടം ഉണ്ടാവില്ല. കറക്റ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ.